യേശുവിനെ വിറ്റ് ജീവിക്കുന്നവരാണോ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെന്ന് പറയുന്നത്? ആദത്തിന്റെ ഭാര്യയായ ഹവ്വയാണ്. ഹവ്വാമ്മച്ചിയായിട്ട് എന്തായാലും ശാരീരിക ബന്ധത്തിൽ മകൻ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ കായിൻ ആരെ കല്യാണം കഴിച്ചു? ഇതിന് മാത്രം ബൈബിളിൽ ഉത്തരവില്ല. പിന്നീട് തുടങ്ങുന്നത് നോഹയുടെ കാലഘട്ടം. ഈ ഗ്യാപ്പ് അപ്പൊ അവിടെ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ നടക്കും? ദൈവം പുതിയൊരു സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടില്ല, ഹവ്വയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അങ്ങനെ ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു ഹിന്ദു വന്നിട്ട് എന്നെ ഇടിച്ചാൽ, ഒരു ദുഷ്ടനായൊരു ഹിന്ദു ഒന്ന് ഇടിച്ചിരുന്ന, ദുഷ്ടനായൊരു മുസ്ലിം ഒന്ന് ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പ്രയോജനം? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് യേശുവിനൊരു രൂപമില്ല. മറ്റുള്ള ക്രിസ്ത്യൻസിനാണ് യേശുവിന് ഇങ്ങനെ നിൽക്കുന്ന രൂപവും നീണ്ട മുടിയും ഒരുപാട് കണ്ണിന് പ്രത്യേകതയും. യേശു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്. യേശുവില്ല, യഹോവ മാത്രമാണ്, അതായത് പഴയ നിയമം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ബ്രില്യൻ സൈക്കോളജിക്കൽ ടെററിസം ആണോ? എക്സ്ട്രീമിസം ആണ്. പഠിക്കാത്ത കുട്ടികളായിരുന്നു. കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ചിലപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? ഹാബിലും കായിനും കൂടെ യാഗം നടത്തുന്നു. കായിൻ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരുത്തനായിരുന്നു. ഹാബൽ എന്ന് പറഞ്ഞത് ഒരു ആടുമാടുകളെ വളർത്തുന്ന ഒരാളായിരുന്നു. രണ്ടുപേരും യാഗം നടത്തിയപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആടിനെ യാഗമാക്കിയവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിന് നോൺ വെജ് മാത്രമേ ഇഷ്ടമുള്ളൂ? പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം അത് എന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതപ്പം ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ക്രിമിനൽസിനോട് സംസാരിക്കാത്ത ദൈവം, വിശ്വാസത്തോട് മാത്രം സംസാരിക്കുന്ന ദൈവം ഇസ് എ സൈക്കോ. ഈ പെന്തക്കോസായിട്ട് ജനിച്ചു, ആ ഒരു ഫാമിലിയിൽ വളർന്നു, പിന്നെ എന്താണ് ഇത്രയും അത് തള്ളിപ്പറയാനുണ്ടായ ഒരു റീസൺ? പെന്തക്കോസായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററിന്റെ മകനാണ്. എത്ര കന്യാസ്ത്രീമാര് ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ടെന്നറിയാം. ഒരു കന്യാസ്ത്രീ ഗർഭപാത്രം എടുത്തു കളഞ്ഞെന്താണെന്നറിയാം. മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ഗർഭപാത്രം എടുത്ത് കളഞ്ഞത് പോലും ഒരു ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിൽ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഈ വിശ്വാസികളെ വിറ്റിട്ട് KP യോഹന്നാൻ ഏകദേശം 1000 കോടി രൂപയോളം സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണമല്ല, സത്യമാണ്. തെളിവ് സഹിതം പൊക്കിയതാണ്. KP യോഹന്നാൻ പണ്ട് ആത്മീയാത്ര എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. നോർമൽ പാസ്റ്റർ ആയിട്ടിരുന്ന ഒരാൾ പിന്നീട് ബിഷപ്പായി, പിന്നെ ബിഷപ്പ് KP യോഹന്നാനായി. ഈ പട്ടങ്ങളെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്നതാണോ? 3 ലക്ഷം രൂപ. പുള്ളിയുടെയാണ് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ. തിരുവല്ല. അത് പുള്ളിയുടെയാണ്. ബിലീവേഴ്സിന്റെ സ്കൂളുകൾ, CBSE ICC സ്കൂളുകൾ, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം പൈസ വന്നത്. അങ്ങനെ US ഗവൺമെന്റ് ആണ് ഇത് തിരിച്ചറിഞ്ഞത്. ഇവിടെ ഇയാൾ നടത്തുന്നത് കൊള്ളയാണ്. 1000 കോടി ഒരു പാസ്റ്റർ ഒരു പണിയും ചെയ്യാതെ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, മദർ തെരേസ ഇതെങ്ങനെയായിരുന്നോ? വേറൊരു രാജ്യത്ത് ഇവിടെ വന്നത് എന്തിനാ? ഹായ്, ഹലോ, ഗ്ലോബൽ വില്ലേജിൽ ഇറ്റ്സ് മീ RJ വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കിഡിലൻ ഇൻഫ്ലുവൻസർ ജോഫോസ് ആണ്. ഹായ്, വെൽക്കം. അപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ പെന്തക്കോസിന്റെ പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ നോക്കി നടക്കുകയാണ്, ഉന്നം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ശരിക്കും ഈ പെന്തക്കോസായിട്ട് ജനിച്ചു, ആ ഒരു ഫാമിലിയിൽ വളർന്നു, പിന്നെ എന്താണ് ഇത്രയും അത് തള്ളിപ്പറയാനുണ്ടായ ഒരു റീസൺ? അത് പെന്തക്കോസായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പെന്തക്കോസായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററിന്റെ മകനാണ്. അതാണ് അതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ചിന് പുറത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഞായറാഴ്ചത്തെ വർഷിപ്പ്, ആ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു പാസ്റ്ററിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പെന്തക്കോസിൽ തന്നെയാണ്. അതായത് എൻ്റെ നിപ്പ്, നടപ്പ്, ഇരിപ്പ്, പ്രവർത്തനം, സംസാരം, കൂട്ടുകെട്ട് എല്ലാം ഒരു പെന്തക്കോസ് പാസ്റ്ററിന്റെ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരിക്കും. ഒരു നിയന്ത്രണം ഉണ്ടാവും. നിയന്ത്രണം ഉണ്ടാവും. അത് എപ്പോഴും ഒരു ചട്ടക്കൂടിനകത്ത് അതിനെ ഇത് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കാനും എതിർക്കാനുണ്ടായ കാര്യം. ഈ യേശുവിനെ വിറ്റ് ജീവിക്കുന്നവരാണോ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെന്ന് പറയുന്നത്? യേശുവിനെ വിറ്റെന്ന് പറഞ്ഞപ്പം ഇപ്പോൾ ഹിന്ദു മതമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ഈ വിഗ്രഹങ്ങളുള്ള മതങ്ങളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു അമ്പലം കെട്ടിയിട്ട് ആ അമ്പലത്തിനെ വെച്ചിട്ട് വേണമെങ്കിൽ നേർച്ച കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടൊക്കെ
അവർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പൂജകൾ നടത്തിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്. പെന്തക്കോസ് എന്ന് പറയുമ്പോഴത്തേക്കും വിഗ്രഹങ്ങൾക്കെതിരാ. സാധാരണ ക്രിസ്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻസിന് നോർമൽ ക്രിസ്ത്യൻ, അത് കാത്തലിക്, ഓർത്തഡോക്സ്, ജാക്കോബിറ്റൊക്കെ തുടങ്ങിയവർക്ക് അവർക്ക് പുണ്യാളന്മാരുണ്ട്, മാതാവുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ രൂപമുണ്ട്. അവർക്ക് ആ രൂപത്തെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിന് അത് അതില്ലാതെ പറ്റില്ല. കാരണം അവർ പണ്ട് വന്ന സാഹചര്യത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞപ്പം ഒബ്വിയസ്ലി അവരെല്ലാം ഹിന്ദു മതത്തിലുള്ളവരായിരിക്കാം. അപ്പൊ അവർക്ക് പണ്ട് മുതലേ വന്നത് ഒരു വസ്തുവിനെ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അപ്പൊ എന്നാലും അവർക്കൊരു ഫോക്കസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് അപ്പോൾ ഈ ക്രിസ്ത്യൻസ് ഈ വിഗ്രഹങ്ങളെ വെക്കുമ്പോൾ പെന്തക്കോസുകാർ ഇതിനെതിരാണ്. മാതാവിനും ഇവർക്ക് അതെല്ലാം വിഗ്രഹാരാധന, അതായത് ഹിന്ദു മതം തന്നെയാണെന്നാണ് പെന്തക്കോസുകാർക്ക് നോർമൽ അല്ലാത്ത മറ്റുള്ള ക്രിസ്ത്യൻസിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് പെന്തക്കോസ്തിനെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ രണ്ടായിട്ടാണ് ആ ഒരു ചിന്താഗതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇവര് യേശുവിനെ വിറ്റ് ജീവിക്കാന്ന് പറയുമ്പോൾ യേശുവിന് ഒരു രൂപമില്ല. പെന്തക്കോസുകാരെ സംബന്ധിച്ച് യേശുവിന് ഒരു രൂപമില്ല. മറ്റുള്ള ക്രിസ്ത്യൻസിനാണ് യേശുവിന് ഇങ്ങനെ നിൽക്കുന്ന രൂപവും നീണ്ട മുടിയും ഒരുപാട് കണ്ണിന് പ്രത്യേകതയും അങ്ങനെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന യേശു, അങ്ങനത്തെ ഒരുപാട് രൂപങ്ങൾ അവരുണ്ടാക്കുന്നത്. പെന്തക്കോസുകാർ മെയിൻലി അവർ മുമ്പോട്ട് വെക്കുന്നത് എല്ലാവരെയും ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് ആക്കുന്നല്ല, പെന്തക്കോസ്റ്റ് ആക്കുക. ക്രിസ്ത്യൻസും പെന്തക്കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാവരും ക്രിസ്ത്യൻസ് തന്നെയാണ്. യേശുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, യേശുവിനെ അംഗീകരിക്കാത്തവരുണ്ട്, യേശു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്, യേശു പെണ്ണാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, യേശുവില്ല യഹോവ മാത്രമാണ്, അതായത് പഴയ നിയമം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. അത് TPM എന്നൊക്കെ അല്ല, യഹോവ സാക്ഷികൾ എന്ന് പറയും. TPM എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം മാത്രം ധരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഈ പെന്തക്കോസുകാർ ഡിഫറെന്റ് ആയിട്ട് പറയുന്നത് അവർക്ക് യേശുവാണ് മെയിൻലി ഫോക്കസ്. അവർക്ക് യേശുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മുമ്പിലോട്ട് വെക്കുക. മെയിൻലി ഈ പിതാവായ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് പിതാവേ അല്ലെങ്കിൽ യാവേ എന്ന് പറയും, യഹോവ എന്ന് പറയുന്ന ഒരു സംഭവം അത് സെക്കൻഡറി ആണ്. അത് ശരിക്കും പ്രൈവറ്റിന് മുമ്പിലാണ്, പക്ഷെ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത്. അതായത് യേശുവിനോടാണ് മെയിൻലി നമ്മൾ പറയേണ്ടത് എന്നാണ് പെന്തക്കോസ്തുകാരുടെ ഒരു വിശ്വാസം. കാരണം അതുകൊണ്ടാണ് എന്താ പറയുന്നത്, യേശു ക്രിസ്തുവാണ്, യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിന്നെ സ്നേഹിക്കുന്നു, ജീസസ് ലവ്സ് യു. അല്ലാതെ നോർമലി ക്രിസ്ത്യൻസ് എത്തുമ്പോൾ ഗോഡ് ലവ്സ് എന്ന് എഴുതും. അല്ലേ? ഇപ്പം പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ജീസസ് ലവ്സ് യു. അവരുടെ ചർച്ചകൾക്ക് പേരിടുമ്പോൾ പോലും ജീസസ് ഹീൽസ്, ജീസസ് മിനിസ്ട്രീസ്, ആ ഒരു ടൈപ്പിലായിരിക്കും അവർ എപ്പോഴും പോകുന്നത്. ശരിക്കും ഈ പാസ്റ്റർമാര് ഭൂമിയിൽ, അതായത് സ്വർഗത്തിൽ നിങ്ങൾക്ക് കർത്താവ് ഈശോ വീട് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ള വിശ്വാസികളെ കൊണ്ട് ഈ ഭൂമിയിലേക്കുള്ള വീടുകളൊക്കെ ജപ്തി ചെയ്യിക്കുന്നു എന്ന രീതിയിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫുൾ ടൈം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുടുംബം നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ വരും. അപ്പൊ ഭൂമിയിൽ സ്വർഗത്തിൽ വീട് കിട്ടും, പക്ഷെ ഭൂമിയിലെ വീട് നമ്മുടെ ജപ്തിയായി പോകുന്നു. ആ ഒരു തരത്തിലേക്ക് പാസ്റ്റർമാര് വിശ്വാസികളെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് എൻ്റെ അനുഭവം തന്നെയാണത്. അതായത് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ കുടുംബപരമായിട്ടില്ല. ഞാൻ ജനിച്ചു വീണത് ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലാണ്. എൻ്റെ പപ്പ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പപ്പ പാസ്റ്ററാണ്. പപ്പ പാസ്റ്റർ ആയതുകൊണ്ടാണ് അത്ര നേരത്തെ കല്യാണം കഴിച്ചത്. പപ്പ പഞ്ചാബിൽ പാസ്റ്ററായിട്ട് പോയിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് സ്ത്രീകളുള്ള വീട്ടിലോട്ട് നമുക്ക് സുവിശേഷം പറയാൻ വേണ്ടി ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള കഥകളും മോട്ടിവേഷണൽ സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുള്ള അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എഴുതിയതിനാണ് ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രാക്റ്റുകൾ എഴുതി ചെറിയ 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 പേപ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ നോട്ടീസുകൾ കൊടുക്കത്തില്ലേ, ആ നോട്ടീസുകൾ കൊടുക്കുന്ന പോലെ തന്നെ ഇതിൽ ഓരോ വീടുകളിൽ കയറിയിട്ട് ലഘുലേഖകൾ പോലെ തന്നെ. അപ്പൊ അതിനകത്ത് ചിത്രങ്ങൾ ഉണ്ടാവും, യേശുവിനെ പറ്റിയുള്ള കഥകൾ ഉണ്ടാവും. അപ്പൊ അതായത് അത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരാൾ മാറണം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിലോട്ട് കയറാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാണ്, മാരീഡ് അല്ലാത്ത ഒരാൾക്ക്. അപ്പം മാരീഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ കല്യാണം കഴിച്ച ആളാണ് എൻ്റെ പപ്പ. അതിനുവേണ്ടി കല്യാണം എന്നിട്ട് അതായത് 23-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ പപ്പ അങ്ങനെ കല്യാണം കഴിക്കുന്നു ഭാര്യയായിട്ട്, അതായത് എൻ്റെ മമ്മിയായിട്ട് അവിടോട്ട് പോകുന്നു. അവിടെ വെച്ചാണ് ഞാൻ മമ്മി എന്നെ ഗർഭിണിയാവുന്നതും. മമ്മി പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകും. മമ്മിക്ക് അപ്പോൾ കാലാവസ്ഥ പിടിക്കാതെ വരികയും ചൊറിച്ചിലൊക്കെ ഉണ്ടായി. അങ്ങനെ മമ്മി
തിരിച്ച് നാട്ടിൽ ഡെലിവറിക്ക് വേണ്ടി വരികയാണ് ചെയ്തത്. പപ്പ എപ്പോഴും അവിടെ എന്താ പറയുക പഞ്ചാബിൽ തന്നെയായിരുന്നു. പഞ്ചാബിൽ ലുധിയാനയിലൊക്കെ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തു. പഞ്ചാബിയൊക്കെ അറിയായിരുന്നു. അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോഴും പപ്പയുടെ കോർ ചിന്ത അല്ലെങ്കിൽ ആ മോട്ടീവ് എന്ന് പറയുന്നത് ഇത് കല്യാണം കഴിച്ചതും ജീവിക്കുന്നതും എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് പോലും പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മതം വളർത്തുക. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ബ്രില്യൻ സൈക്കോളജിക്കൽ ടെററിസം ആണോ? ടെററിസം എന്ന് പറയുമ്പോഴത്തേക്കിൽ തീവ്രവാദം അല്ലല്ലോ, ഭീകരവാദം അല്ലേ. ഞാൻ അതിനകത്ത് അത് ഇച്ചിയുടെ കൊഴിപ്പിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എക്സ്ട്രീമിസം ആണ്. ഇവരാരെയും ഉപദ്രവിക്കില്ല, പക്ഷെ അത് ടെററിസമായിട്ട് മാറുന്നതിനൊരു കാരണമുണ്ട്. അത് ടെററിസം ആകും. അതായത് ഇപ്പോൾ ഒരു വീട്, ഒരു ഗ്രാമത്തിലൊരു വീട് വളരെ സന്തോഷമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകണം. അപ്പോഴത്തേക്കാണ് ഇവർ ക്രിസ്ത്യാനി വന്നിട്ട് ഒരു പെന്തക്കോസ്തുകാരൻ വന്നിട്ട് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഒരു ഫാമിലിനെ, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളെ ആയിരിക്കും ആദ്യമേ കൺവിൻസ് ചെയ്യുന്നതും. അവരെ ഈസി ആയിരിക്കും. അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, ലോകത്തെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ ഉണ്ടാവില്ല. അവർ ആ ഹിന്ദു മതത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്നത് രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, കുറി തൊടുക, സിന്ദൂരം തൊടുക, അവരുടെ പരിപാടികൾ ചെയ്യുക, രാത്രിയിൽ പൂജ ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പൊ ഇതിനപ്പുറത്തേക്കുള്ള ലോകത്തെ പറ്റി അറിയില്ല. അപ്പം ലോകം ഇത്രയും വിശാലമാണ്, ഇവിടെ വേറെ മതങ്ങളുണ്ട്, നിങ്ങളുടെ മതത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മുടെ മതത്തിലുണ്ട്, സാഹചര്യം കുറച്ചുകൂടെ അടിപൊളിയാക്കി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ കൺവിൻസ് ആവും. അപ്പൊ ഇവര് പതിയെ ഉണ്ടാവും. ഒരു അമ്മ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ മക്കൾ ചെറുതാണെങ്കിൽ മക്കളെയും കൺവേർട്ട് ആക്കാൻ ഈസിയാണ്. ഷുവർ. അപ്പോൾ പതിയെ മക്കളും കൺവേർട്ട് ആവും. ഹസ്ബൻഡ് ചിലപ്പം ഭയങ്കര ആലപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഗ്രാജുവലി സംഭവിക്കുന്നത് ഹസ്ബൻഡിൻ്റെയും കൂടെ ഇത് ചെയ്ത് കൺവിൻസ് ചെയ്ത് അത്യാവശ്യം പാവമായിട്ടുള്ള സ്നേഹമുള്ള ഹസ്ബൻഡ് ആണെങ്കിലും ഭാര്യ പറഞ്ഞ്, അതായത് ഈ പാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കും എങ്ങനെ ഭർത്താവിനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത്. അതിനും ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, അതായത് ഒരാളെ ക്രിസ്തുവിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് നോർമൽ ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി സംസാരിക്കുന്ന പോലല്ല, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കഥകൾ പറഞ്ഞെടുക്കുക. അപ്പം ഹിന്ദു മതം എന്ന് പറയുന്നത് യുദ്ധം, കൊല, അല്ലെങ്കിൽ എന്താ പറയുക പക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകല്, അങ്ങനെ ഒരുപാട് നമ്മുടെ ലോകത്തിൽ വയലൻസ് കൂടുതലാണ്. ക്രിസ്ത്യാനിറ്റി അങ്ങനല്ല. ക്രിസ്ത്യാനിറ്റി മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. അതായത് ഹിന്ദു മതത്തില് മറ്റൊരാളെ കൊന്നിട്ട് രാജാവാകുന്നതോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഒരു കഥകൾക്ക് മുകളിലാണ് ഞാൻ വേറൊരാൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന സാക്രിഫൈസിങ് സ്റ്റോറി. അത് ഓട്ടോമാറ്റിക്കലി കൺവിൻസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് ഒരുപാട് അനാചാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ്. അതിനെ എതിർക്കുന്നവരുമുണ്ട്, അത് ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിനെ എതിർക്കുന്നവരുണ്ട്. ഇപ്പൊ സതി എന്ന് പറഞ്ഞൊരു സിസ്റ്റം പണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരും അംഗീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലെ ഒരു ഫാമിലി എന്ന് വിചാരിക്കുക, അപ്പോൾ കൺവേർട്ട് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡും കൺവേർട്ട് ആവും. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഒരു 100 ഫാമിലി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള 99 ഫാമിലിയും ഇവർക്കെതിരാവും. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൺഡേസിൽ ചർച്ചിൽ പോയി ഇവർ വർഷിപ്പ് കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ ഒഴിവാക്കും. ഈ 99 ഫാമിലി ഇത്ര നാൾ സന്തോഷത്തോടെ ഇരുന്ന ആൾക്കാർ ഒരു കല്യാണം വന്ന് വരത്തില്ല, ഒരു അപകടം വന്ന് വരത്തില്ല, ഒരു ശവ അടക്ക് അല്ലെങ്കിൽ മരണത്തിന് വരത്തില്ല, ഒറ്റപ്പെട്ടു പോകും. ഈ ക്രിസ്ത്യൻസ് ഇവർ സപ്പോർട്ട് ചെയ്യില്ല. ആദ്യത്തെ ആ കുറച്ച് നാളുകൾ 5-6 മാസം ചർച്ചിൽ വരുത്തുന്നത് വരെയുള്ള കാലഘട്ടം അവർക്ക് വളരെ നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യും, പൈസ കൊടുക്കും, അങ്ങനെ വരും. പിന്നെ ഉള്ളത് ആഴ്ചയിൽ ഒന്നാകും, പിന്നെ മാസത്തിൽ ഒന്നാകും. അങ്ങനെ പിന്നെ ഇവർ വന്നല്ലോ, ഇനിയിപ്പോൾ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി കുറെ കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് പിന്നെ അവരെ നൈസായിട്ട് ഒഴിവാക്കും. അതെ, ഈ 100 ഫാമിലിക്കും കൊടുക്കും, പക്ഷെ അതിനകത്ത് കൺവേർട്ട് ആവുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ആ കൺവേർട്ട് ആവുന്ന ഫാമിലികൾ ബാക്കി കൺവേർട്ട് അല്ലാത്ത ഇതിനെ എതിർത്ത് നിൽക്കുന്ന ഫാമിലിയായിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതായത് ബന്ധുക്കൾ പോലും അകറ്റി നിർത്തും. അത് വലിയ പ്രശ്നങ്ങളാവും. അതായത് പിന്നീട് കല്യാണം നടത്തുമ്പോൾ പോലും ഇവർ ക്രിസ്ത്യൻ രീതിയിൽ നടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഹിന്ദുക്കളായിട്ടുള്ളവർ അവന് ഭയങ്കരമായിട്ട് എതിർക്കും. അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു, അത്രയും നാള് സ്നേഹത്തോടെ ഇരുന്ന ഫാമിലിയാണ് ഇവര്. അപ്പോൾ അതൊരു ഭീകരവാദമാവും. ഉപദ്രവിക്കുന്നത് ശരീരത്തെ മുറിച്ചുകൊണ്ട് മാത്രമല്ല, മനസ്സിനെ മുറിച്ചു അത് ഭീകരവാദമാകാം. അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജിക്കൽ ടെററിസ്റ്റ് എന്ന് പറഞ്ഞത്. അവര് പറയുന്ന പോലെ ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ? അതെ, ഭരിക്കാതല്ല, ഇവരെ ഡിവൈഡ് ചെയ്തിട്ട് കൂട്ടുക, ഗ്രോ ചെയ്യാം.
ഇതാണ് അവരുടെ ഒരു ഈ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പെന്തക്കോസ്റ്റുകാര് നമ്മള് സ്ത്രീകളെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് സ്വർണം ആഭരണങ്ങള് കാതുകുത്തത്തില്ല, മാലയിടില്ല, വളയിടില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷേ ഈ പാസ്റ്റേഴ്സ് പറയുന്നു ഈ ആഡംബരമായിട്ടുള്ള ജീവിതം അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പാസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്നത് ഐഫോണും അവർ വന്നിറങ്ങുന്നത് ഇന്നോവ ക്രിസ്റ്റയിലും അതുപോലെ ആഡംബരമായിട്ടുള്ള വീടുകളിലും, അത് ഈവൻ ഫുഡിങ്ങിലാണെങ്കിൽ പോലും തന്നെ വലിയൊരു മെനു ഒക്കെ ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതുമായി അതിലെന്ത് ലോജിക്ക് ആക്ച്വലി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയിൽ ഈ ആഭരണങ്ങൾ ഒഴിവാക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു അതായത് ആഭരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാം, അതായത് അതിനെ നിങ്ങളൊരു സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണ്. കാരണം ദൈവം തന്നിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്, അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ആഭരണങ്ങളോ എന്ത് ധരിച്ചാൽ പോലും അത് എതിർപ്പല്ല, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. അത് നിങ്ങളുടെ നാച്ചുറലി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പെന്തക്കോസ്തുകാർ എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. മുസ്ലിം ആണെങ്കിൽ തട്ടവിടും, ഹിന്ദു ആണെങ്കിൽ ചരട് കെട്ടും, സിന്ദൂരം ഇടും, കുറിയിടും. പക്ഷേ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പെന്തക്കോസ്തും എല്ലാ ക്രിസ്ത്യൻസും ഒരുപോലെ ഇരിക്കും, വ്യത്യാസമില്ല. അപ്പം ആഭരണമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ, ഒരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയെ തിരിച്ചറിയാൻ എളുപ്പമാണ്, അവൾ പെന്തക്കോസ്താണ്. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ, എൻ്റെ അറിവിലൊരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് പണ്ട് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ്, നമ്മുടെ നാട്ടിലെ ഹിന്ദുസ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവരായിട്ടുള്ള താഴ്ന്ന ജാതിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പാടത്ത് പണിയെടുക്കുന്ന വെറും നിസാര കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ ശമ്പളമായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് അരിയായിരിക്കും, സാലറി കിട്ടില്ല, അതായത് ഇന്നത്തെ പോലത്തെ വേതനം കിട്ടില്ല. അപ്പോൾ ആ ദിവസക്കൂലി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കുമ്പം ജന്മിമാര് ഇവരെ ആട്ടിപ്പയ്ക്കും. പിന്നെ ഇവര് വേറൊരു നാട്ടിൽ ജോലി ചെയ്യാൻ പോയാലോ ഇവന്റെ പേര് ചിലപ്പോൾ പാണെന്നായിരിക്കും, ആ ഒരു പേരായിരിക്കും. അപ്പോൾ ഈ അങ്ങനത്തെ ജാതി വ്യവസ്ഥപരമായിട്ടുള്ള പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്നതിന് ശേഷം ഇവര് അബ്രഹാമും മത്തായിയും ജോണും യോഹന്നാനും അവറാച്ചനും ഇവരൊക്കെ പേര് മാറി. പണ്ടത്തെ ആ പേരിൽ നിന്ന് മാറി ഇവർ ക്രിസ്ത്യൻ പേരുകൾ സ്വീകരിച്ചപ്പോൾ ഇവരുടെ ജാതി തിരിച്ചറിയാൻ പറ്റാതെ. അപ്പൊ അവർക്ക് എന്ത് പറ്റും? ഇവരുടെ നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ എളുപ്പം. കാരണം അവരുടെ സ്കിൻ ടോണോ അല്ലെങ്കിൽ അവരുടെ നല്ല ഡ്രസ്സുകൾ ഇടാത്തത് കൊണ്ടൊക്കെ അവർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ളതെല്ലാം വിറ്റുപിറക്കി അവരെന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. അതായത് മറ്റൊരു സ്ഥലത്തോട്ട് കുടിയേറി പാർക്കും. കേരളത്തിന്റെ മറ്റൊരു സ്ഥലത്തോട്ട് പോകും. ചിലപ്പോൾ ഈ കോട്ടയത്തുള്ള ഒരുപാട് ആളുകൾ തൃശ്ശൂർ അത്താണി ഭാഗത്തും മറ്റു മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ വരുന്നത്, അത്താണി എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയുന്നുള്ളൂ, ഒരുപാട് ആളുകൾ വയനാട്ടിലും അവിടെയൊക്കെ പോയി താമസിച്ചത് വേറെ സ്ഥലത്തുനിന്ന് വരുന്നതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇവരിവിടെ വന്നിട്ട് എൻ്റെ പേരെന്താ അവറാച്ചൻ, എൻ്റെ ജാതി പറയട്ടെ, ഞാനെന്താ ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനിയാ, നസ്രാണിയാ, അപ്പോൾ എൻ്റെ ജാതി ചോദിക്കില്ല. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ജാതിയില്ല. അപ്പോൾ ക്രിസ്ത്യാനിക്കകത്തും ജാതി ഉള്ളെന്നുള്ള കാര്യം പിന്നീട് അപ്പോഴാരും അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ഹിന്ദുക്കളിലാണല്ലോ എപ്പോഴും ജാതി വ്യവസ്ഥപരമായിട്ട് ബ്രിട്ടീഷുകാരുടെ റൂള് തൊട്ട് ജാതി ഉണ്ടെന്ന് അവർ ഡിവൈഡ് ചെയ്തേ. അപ്പോ അവരങ്ങനെ മാറി. പിന്നെ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അവര് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം അവരിൽ എന്തെങ്കിലും പൊന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വിറ്റിട്ടായിരിക്കും അവർ കൃഷി തുടങ്ങുന്നതോ പാട്ടത്തിനെടുക്കുന്നതോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സീറോയിൽ വരും. അപ്പോൾ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ആഭരണങ്ങളും അവിടെ ഉള്ള എല്ലാവരും ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായി? ആഭരണങ്ങൾ ഇല്ലാത്തവരായി ക്രിസ്ത്യൻസ് പെന്തക്കോസ്തുകാർ മാറി. പിന്നീട് ആ സിസ്റ്റം മുമ്പിലോട്ട് പോകും തോറും ഇവർ ബാൻ ചെയ്യാൻ തുടങ്ങി. പെന്തക്കോസ്തുകാർ പണ്ട് മുതലേ നമ്മുടെ തലമുറകൾക്ക് മുമ്പ് തൊട്ട് പൂർവ്വന്മാര് മുതലേ പെന്തക്കോസ്ത്. ശരിക്കും ഈ പൂർവികരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവികരുടെ പേര് കോരനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. അതെ. പിന്നീടാണ് കാത്തലിക് റവല്യൂഷൻ, ബെഞ്ചമിൻ ബ്രെയിലി വരുന്നത്, ബൈബിള് കൺവേർട്ട് ചെയ്യുന്നത്, സീമസ് പ്രസ് തുടങ്ങുന്നതും, ബൈബിള് വർഷങ്ങൾ കൊണ്ട് ബൈബിള് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റുന്നതും പിന്നെ തമിഴിലോട്ട് പോകുന്നതും, അങ്ങനെ തമിഴ്നാട്ടിലുള്ളവരും ശ്രീലങ്കയിലുള്ളവരും ഒക്കെ പേര് മാറുന്നതും
എല്ലാം ഇങ്ങനെയാണ്. അവരുടെ ഫാമിലി പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഹിന്ദുക്കളാണ്. മനസ്സിലായി. അപ്പം ഈ ശരിക്കും ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററുടെ മകനാണ്, പക്ഷേ അത്ര ശക്തമായിട്ട് ഈ ഒരു വിഭാഗത്തെ എതിർക്കുന്നു. ഈ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ? ആദ്യത്തെ പ്രതികരണമൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യമേ ഞാൻ ഈ രാത്രിയിൽ നമ്മളെപ്പോഴും വീട്ടു പ്രാർത്ഥനയുണ്ട്, അതായത് കുടുംബ പ്രാർത്ഥന എന്ന് പറയും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പപ്പയും ഞാനും മക്കളെല്ലാവരും മമ്മി എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ ഞാൻ ബീഹാറിലായിരുന്നതുകൊണ്ട് പപ്പയും ഞാനും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു ട്രിഗർ പോയിന്റ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ മതങ്ങളൊന്നും ശരിയല്ല, നിങ്ങൾ പറയുന്ന എല്ലാം മണ്ടത്തരമാണ്, എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതുവരെ നല്ല വിശ്വാസിയായിരുന്നു. കാരണം അന്ധത എന്ന് പറഞ്ഞ സാധനം അതുവരെ മൂടിയിരുന്നു. അത് മാറണം എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് വരണമായിരുന്നു. ആ ലൈറ്റ് വന്നപ്പോൾ എനിക്ക് എല്ലാം തെളിയാൻ തുടങ്ങി. അതുവരെ ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്ന മണ്ടത്തിനല്ല ഓരോന്നോരോന്നോരോന്നോരോന്ന് ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഐ വാസ് സ്റ്റുപ്പിഡ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ പപ്പ ഇങ്ങനെ, ദൈവം അയാളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം അത് ഡോക്ടറല്ലേ ശരിയാക്കി, ഡോക്ടർ ഉണ്ടെങ്കിലും ദൈവം ഇല്ലാതെ എങ്ങനെ ചെയ്യാനാണെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി, ലോജിക്കലി ഡോക്ടറും മരുന്നുമാണ് വർക്ക് ചെയ്തത്. ദർ ഈസ് നോ ചാൻസ് ഓഫ് ഗോഡ് ആൻഡ് പവർ, അല്ലെങ്കിൽ ഒരു ഓൾമൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറിൻ്റെ യൂസ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഓരോന്ന് ഇങ്ങനെ കത്താൻ തുടങ്ങി. ഞാനിങ്ങനെ ബാക്കിലൂടെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പനി വന്നപ്പം മരുന്നാണ് മാറ്റിയത്, പ്രാർത്ഥനയല്ല. എനിക്ക് ഇത് വന്നപ്പോൾ സർജറിയാണ് ശരിയാക്കിയത്, ഡോക്ടറാണ്, അല്ലാതെ ഇതല്ല. ഇങ്ങനെ പുറകിലോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ബൈബിളിൻ്റെ ഒരറ്റത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പം ബൈബിള് തൊട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ബൈബിളിന് വിശ്വാസിയുടെ പുറത്ത് വന്നിട്ട് ഒരു അവിശ്വാസി വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള രീതിയിൽ വായിക്കാൻ തുടങ്ങി. അതെ, വിശ്വാസി വായിക്കുമ്പം അടിപൊളി അത്ഭുത കഥകളാണ്. പക്ഷേ വിശ്വാസിക്ക് പുറത്ത് വരുമ്പോൾ ഞാൻ വ്യത്യാസമാണ്. അതായത് തമിഴ്നാട്ടിലിരുന്ന് വിജയെ പ്രശംസിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ്. പക്ഷെ തമിഴ്നാട്ടിന് പുറത്ത് കേരളത്തിലൊരാൾക്ക് അതൊരു കോമഡിയാണ്. ഇതുപോലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ബൈബിളിനെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ചോദ്യം നമ്പർ 1. അപ്പോൾ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവമല്ല ആദി, ദൈവത്തിന് മുമ്പ് ആദി ഉണ്ടായിരുന്നു. ദൈവം നേരത്തെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പ് ഒരു ആദി വരണ്ടേ? ഇല്ല, നമ്മൾ പറയുന്ന പോലെ ആദ്യം കോഴിയാണോ മുട്ടയാണോ? അതെ, ഇപ്പൊ ദൈവത്തിന് മുമ്പ് ഒരു ആദി ഉണ്ടെങ്കിൽ അല്ലേ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവം സ്റ്റാർട്ട് ചെയ്യണം. ടൈമിനെ ദൈവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ടോട്ടലി ഒരു എന്താ പറയുക, ലോജിക്കില്ലായ്മ ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ ഓരോ കഥകൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പം ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥകൾ വരുന്നു. അപ്പോൾ ആദം ഹവ്വയും ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അവർക്ക് 2 മക്കളുണ്ടെന്ന്, കൈന് ഹാബിൽ. ഹാബിലും കൈനും കൂടെ യാഗം നടത്തുന്നു. കൈൻ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരുത്തനായിരുന്നു. ഹാബൽ എന്ന് പറഞ്ഞത് ഒരു ആടുമാടുകളെ വളർത്തുന്ന ഒരാളായിരുന്നു. ഇവർ 2 പേരും യാഗം നടത്തിയപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആടിനെ യാഗവാക്കിയവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിന് നോൺ വെജ് മാത്രം ഇഷ്ടമുള്ളൂ, പച്ചക്കറിക്കാരൻ പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം അത് എന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതപ്പം ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിച്ചു, ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ദൈവത്തിന് മതി. നിന്റെ കയ്യിൽ പണമാണെങ്കിൽ അത് കൊടുത്തോളൂ, നിന്റെ കയ്യിൽ ആടാണെങ്കിൽ അത് കൊടുത്തോളൂ, നിന്റെ കയ്യിൽ ഇരിക്കുന്ന മത്തങ്ങ ആണെങ്കിൽ അതും കൊടുക്കാം. ചർച്ചിൽ കൊണ്ടു കൊടുക്കുന്നിട്ടല്ലേ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് ചിലപ്പം പണമായിരിക്കാം, ചിലപ്പോൾ കാറായിരിക്കാം. നേർച്ച കൊടുക്കുന്നത് അങ്ങനെയല്ലേ? ഇപ്പം നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ത് ന്യായമാണ് സംഭവിച്ചത്? ദൈവത്തിന് ഈക്വലി അയാൾ 2 പേരും ചെയ്തത് ഒരുപോലെയാണ്, ഒരേ സമയത്താണ്. പക്ഷെ ആടിനെ മാത്രം ദൈവത്തിന് യാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവം എന്ത് ക്രൂരനാണ്? അപ്പോൾ ദൈവത്തിന് മട്ടൻ കറി മാത്രം ഇഷ്ടമുള്ളൂ, ഞാൻ സാമ്പാർ വെച്ചൊന്ന് കഴിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് ചോദ്യം ചെയ്യലായി. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ കൈൻ എന്നൊരു ഹാബലിനെ കൊന്നു കളഞ്ഞു. അത് നല്ല യാഗം കഴിച്ച് യാഗം പ്രസാദിച്ചു. ദൈവം അവൻ്റെ മുമ്പിൽ വന്നു, നീ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞ് അവനെ പ്രശംസിച്ചിട്ട് കായിൻ അവനെ കൊന്നു കളഞ്ഞപ്പം ഈ യാഗം ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? കായിന് പ്രസാദിച്ചുമില്ല, പ്രസാദം കിട്ടിയവനാണ് ഈ ചാവുകയും ചെയ്തു. എന്ത് പ്രയോജനം ഉണ്ടായി? അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആക്സിഡൻറ്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ഇതൊന്നും ചെയ്യാത്തതും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ എന്നെ വണ്ടി ഇടിച്ചാൽ ഞാൻ മരിച്ചു പോയാൽ, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും
ഒരു ഹിന്ദു വന്നിട്ട് എന്നെ ഇടിച്ചാൽ, ഒരു ദുഷ്ടനായൊരു ഹിന്ദു വന്ന് ഇടിച്ചിട്ട്, ദുഷ്ടനായൊരു മുസ്ലിം വന്ന് ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പ്രയോജനം? ഞാൻ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അവസാനത്തെ ചോദ്യത്തിൽ കൺഫ്യൂസ് ആയി പോയത്, അതായത് അവർക്ക് ഉത്തരം മുട്ടിപ്പോയത് ഒരു ചോദ്യമാണ്. അതായത് കായിൻ ആബൽ രണ്ട് ആമക്കളാണ്. അപ്പോൾ കായിൻ്റെ പരമ്പരയാണ് നമ്മളൊക്കെ. കായിനിൽ നിന്നുണ്ടായ മക്കള് അങ്ങനെയാണ് വന്നേക്കുന്നത്. ആകെയുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിന്റെ ഭാര്യയായ ഹവ്വയാണ്. ഈ ഹവ്വാമ്മച്ചിയായിട്ട് എന്തായാലും ശാരീരിക ബന്ധത്തിൽ മകൻ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ കായിൻ ആരെ കല്യാണം കഴിച്ചു? ഇതിന് മാത്രം ബൈബിളിൽ ഉത്തരവില്ല. പിന്നീട് തുടങ്ങുന്നത് നോഹയുടെ കാലഘട്ടം, നോഹയുടെ പെട്ടകത്തിന്റെ കാലഘട്ടം. ഈ ഗ്യാപ്പ്, അപ്പൊ അവിടെ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ നടക്കും? ദൈവം പുതിയൊരു സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടില്ല, ഹവ്വയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല, വേറൊരു അറ്റത്ത് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് കൊണ്ടുവിട്ടതായിട്ടോ ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? മാജിക്കൽ ബർത്ത് ആയിരിക്കും. യെസ്. അപ്പോ കായിന്റെ മക്കളായ നമ്മൾ കായിന് മക്കളുണ്ടായി എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, മിസ്സിങ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന മണ്ടത്തരങ്ങളെ നിങ്ങൾ ന്യായീകരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വേറൊരു മതപുസ്തകത്തിനകത്തെ കാര്യം എടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ടിച്ചിരിക്കും. അയ്യേ, ഇതിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു സ്ത്രീ ഇല്ലാതെ മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷെ സ്വന്തം പുസ്തകത്തിൽ വന്നപ്പോൾ അത് ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് ലോജിക്. അങ്ങനെ ചോദ്യങ്ങൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സംസാരിക്കും. എന്നാലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. ഞാൻ കീബോർഡ് ഗിറ്റാറൊക്കെ വായിക്കും. വർഷിപ്പ് ലീഡറൊക്കെ ആയിരുന്നു. അപ്പൊ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറെ വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഈ നന്ദകുന്ദൻ എന്നൊക്കെ പറയുന്ന പോലെ വലിയ വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ. അവരുടെ കൂടുതലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചിൽ കീബോർഡ് വായിക്കുക, പപ്പ പാട്ട് പാടുക, അങ്ങനെ പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാകുന്നുണ്ട്, ഞാനിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും പരിപാടിക്കും ഞാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഏലിയൻസ് ഉണ്ടോ? അത് ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു ആളെന്ന് നിർത്തിയിട്ട് ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലോട്ട് പോയി. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവിടുത്തെ ബീഹാറിലെ കുറേ പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഹാറിലെ ഒരു ഗ്രൂപ്പാണ്, കുറേ പാസ്റ്റേഴ്സും. ഈ പാസ്റ്റേഴ്സ് ഗ്രൂപ്പ് അല്ല, ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ബീഹാർ മലയാളീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ മെജോറിറ്റി മലയാളീസ് അങ്ങനെ കൂടുതൽ അവിടെ ഉള്ളത് ക്രിസ്ത്യൻസ് പെന്തക്കോസ്റ്റ് പാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇതിട്ടു. അപ്പോൾ ഇട്ടപ്പോൾ അതിനകത്തൊരു പാസ്റ്റർ, പുള്ളിനെ കണ്ടിട്ട് പോലില്ല, ഒരു നല്ല പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഏലിയൻസ് ഉണ്ടെന്നതിന് ഒരു തെളിവില്ല. ഞാൻ പറഞ്ഞു, തെളിവുണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ, ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദ്യമാർക്കോടാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. ഞാൻ നാസയുടെ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. MSc ഫിസിക്സിൽ എനിക്ക് ഇതുണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞാണ് അത് കഴിഞ്ഞാണ് പറഞ്ഞ ഗ്രൂപ്പില് പുള്ളി എനിക്കൊരു പാസ്റ്ററാണ്. പുള്ളി തർക്കിക്കുക, എന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് സ്കൂൾ നടത്തുന്ന ആളാണ്. ഞാൻ അതാ പറഞ്ഞത്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ പുള്ളി അതിൻ്റെ പ്രിൻസിപ്പളോ സംതിങ് ആണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങ് ഈഗോ ഹട്ടാണ്. പുള്ളി നാസയുടെ ഞാൻ എല്ലാം നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കടലിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ട് അയ്യേ ഇതിനകത്ത് മീനില്ല എന്ന് പറയുന്നതും കടലിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഏലിയൻസിന് തെളിവില്ല എന്ന് പറയുന്നത് എത്ര അബദ്ധമാണെന്നുള്ളത് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ഇട്ടു, പ്ലീസ് ചെക്ക് മൈ വീഡിയോ, വാച്ച് മൈ വീഡിയോ ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രോ എന്ന് പറഞ്ഞിട്ടു. അപ്പം ഞാൻ ഇയാളുടെ പ്രായം അറിയത്തില്ല, DP ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇയാളുടെ മരുമോനും ആ ഗ്രൂപ്പിലുണ്ട്. എന്നെ വിളിച്ചിട്ട് എൻ്റെ അമ്മായപ്പനെ നീ ബ്രോ എന്ന് വിളിക്കുന്നോടാ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മായപ്പനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇയാളെ എനിക്കറിയാം, ഈ വിളിച്ച ആളെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മായപ്പനാണെങ്കിൽ എനിക്കെന്താ? ഞാൻ അതിനകത്ത് ഒരു അബദ്ധം പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മതത്തിനെതിരായിട്ടും പറഞ്ഞിട്ടില്ല. ഏലിയൻസ് ഈസ് എ കോമൺ ടോപ്പിക്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ആർക്കും വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരു നോർമൽ സ്റ്റഡീസിലുള്ള റിസർച്ചിലുള്ള ഒരു ടോപ്പിക്കാണ്. അത് ആർക്കും സംസാരിക്കാം. പെന്തക്കോസ് കാര്യങ്ങൾ മാത്രമേ ഈ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുന്നുള്ളൂ, അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷേ അത് ഭയങ്കര വിഷയമാക്കി. അപ്പോൾ എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ ഏത്തീസത്തിനെ പറ്റി പറയുന്ന വീഡിയോസ് എല്ലാം പൊക്കിക്കൊണ്ട് വന്ന് സ്ക്രീൻഷോട്ട് ഇടാൻ തുടങ്ങി ഗ്രൂപ്പിൽ. എന്നിട്ട് ഇവരൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. അപ്പൊ തന്നെ വേറൊരു ഫോം വിളിച്ച് ഒരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്തിട്ട് അവർ വേറെ കമ്മിറ്റി തീരുമാനിച്ചിട്ട്, ഇവനാ മറ്റേ ജേക്കബ് പാസ്റ്ററിന്റെ മോനാ, ഇവൻ ശരിയല്ല, ഇവൻ മതം വെച്ച് നശിപ്പിക്കാൻ വേണ്ടി, മതത്തിനെ കുറ്റം പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള. ഞാനിതൊന്നും ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞത് ഏലിയൻസ് ഉണ്ടെന്നാ ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട് അതിനകത്ത്.
അപ്പോൾ ഏലിയൻസ് ഉണ്ടോന്നാണ് ചോദിച്ചേക്കുന്നത്. അതങ്ങ് വലിയ ഇഷ്യൂ ആക്കി. പപ്പ അപ്പോൾ ഗയയിലാണ്, ബീഹാറിൽ ഗയയിൽ പോയിക്കോ, ബോധ് ഗയ ഇട്ടിട്ടില്ലേ, ഗയയിൽ പോയിക്കോ. അപ്പോൾ ഗയയിൽ എന്തോ ചർച്ചിൻ്റെ പരിപാടി ആയിട്ട് പ്രാർത്ഥന പരിപാടി ആയിട്ട് പോയിക്കോ. പപ്പ അവിടുന്ന് ഫോൺ വിളിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം. സ്പോട്ടില് ഫോൺ വിളിച്ചിട്ട് ഗ്രൂപ്പിൽ പ്രശ്നം നടക്കുക, ഇവര് ഫോഴ്സ് ചെയ്യാ. ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, അതാണ് വീഡിയോ. സീരിയസ്ലി അവര് കണക്ട് ചെയ്തത് അൾട്ടിമേറ്റ്ലി എന്നെ തകർക്കുക എന്നുള്ളതാണ്. അവിടെ ഏത്തിസം, ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിന് കൺവിൻസിങ് ആയിട്ടുള്ള തെളിവില്ല എന്നുള്ളത് വേറെ വീഡിയോസിനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഗ്രൂപ്പിലില്ല. ഏലിയൻസിന്റെ വീഡിയോ വന്നതാണ്, ഇവര് അയാളെ ബ്രോ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മരുമോനാണിത് അങ്ങോട്ട് കത്തിച്ചു. അയാൾ അങ്ങോട്ട് ഇതാക്കി പപ്പായെ വിളിച്ചിട്ട്, പപ്പായ്ക്ക് ഒരാള് ഒരു ടാറ്റ സുമോ കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട്. കുറേ വണ്ടിയുള്ള ഒരാള് വെറുതെ ഒരു വണ്ടി, ഏകദേശം 2 വർഷത്തിനുള്ളിൽ പേപ്പർ തീരുന്നൊരു വണ്ടി പപ്പായ്ക്ക് കൊടുത്തു. വണ്ടി തിരിച്ചു വേണമെന്ന് പറഞ്ഞു. കയ്യിൽ എനിക്ക് ഒരു പാസ്റ്റർ എനിക്കൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു വാങ്ങിച്ചു. ക്യാമറ ഉണ്ടായിരുന്നു ക്യാനോന്റെ, അത് തിരിച്ചു വാങ്ങിച്ചു. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ. പപ്പായെ വിളിച്ചിട്ട് ഫോഴ്സ് ചെയ്ത് ഏറ്റവും അവസാനം പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, വിശ്വാസികളുടെ പൈസ കൊടുക്കുന്ന വീടാണ്, ഇറങ്ങിപ്പോക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ 2 കൽ വിളിച്ചപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പപ്പ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിലോട്ട് കയറുന്ന സമയത്ത് പപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായി. ഏതോ ഒരു ഫോണിൽ നിന്ന് 6 ഫോൺ മേടിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോൺ മിസ്സായി, നീ വണ്ടി എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഇരുന്ന ആളാണ്. എന്നിട്ട് പപ്പ വീട്ടിലോട്ട് വരുന്നു. ആ പോലീസിലോട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രി പറഞ്ഞു, എനിക്ക് വൈകിട്ട് ഭയങ്കര ഗ്യാസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 5 മണിയൊക്കെ അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ആശുപത്രി പോകണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വയറിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം തോന്നി കിഡ്നി സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ ഞാൻ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു സ്റ്റോൺ ആവാനാ സാധ്യത. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും കോളയും മെയിനാണ്. പെന്തക്കോസ് ബീഫും കോളയും. അതായത് ഒന്ന് ബീഹാറിലെ ചൂട്, തണുപ്പ് എപ്പോഴും വേണമല്ലോ, തണുത്തത് കുടിക്കാണ്ട്. ബീഹാറിലെ പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ ഒരു വികാരമാണ്. ഞായറാഴ്ച പണികളെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇത് ബീഫ് കറിയും ചോറും കഴിക്കുന്നത്, ബീഫും കപ്പയും കഴിക്കുന്നത് നോർമൽ ഒരു സംഭവമാണ്. ഇത് കോട്ടയത്തൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കോമൺലി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊളസ്ട്രോളും കിഡ്നി സ്റ്റോൺ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുള്ളതാണ് പെന്തക്കോസുകാർക്ക്. പാസ്റ്റേഴ്സിന് വയറ് ഭയങ്കരമായിട്ട് വെക്കുക, കുടവയറാക്കുക, നടക്കാൻ പറ്റാതാകുക, യൂറിക് ആസിഡ് കൂടുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ വന്നിട്ട് സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ബ്ലോക്ക് ആവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വളരെ കൂടുതലാണ്. അല്ലാതെ ക്യാൻസറും ബാക്കിയുള്ള അസുഖങ്ങളും അല്ല കൂടുതൽ വരുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതൽ. ബാക്കിയുള്ളവർക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ അങ്ങനത്തെ വരും. ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതാണ് വരുന്നത്. അപ്പം ഞാനത് പ്രെഡിക്റ്റ് ചെയ്തു കിഡ്നി സ്റ്റോൺ ആയേക്കാം. അപ്പോൾ വേദന പറഞ്ഞ സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം ഇത് പറഞ്ഞു. ഇത് പപ്പ എന്നിട്ട് ഗ്യാസാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോള മേടിച്ച് പിന്നെയും കുടിച്ചു, ഗ്യാസ് പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്ത് ഇപ്പോൾ സ്റ്റോൺ ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിൻ്റെ ചികിത്സയ്ക്കൊക്കെ പാസ്റ്റർമാരിൽ നിന്ന് അവിശ്വാസിയായ നിരീശ്വരവാദിയായ ഞാനാണ് നിന്ന് ഫുൾ ഡേ നിന്നു, ബാത്റൂമിൽ കൊണ്ടുപോയി എല്ലാം ചെയ്യിപ്പിച്ചു. ഇവൻ ട്യൂബ് വരെ ഇട്ടു, എല്ലാം ഇട്ട് കിടന്നിട്ട് ഏകദേശം 7-8 ദിവസത്തോളം ഞാൻ തന്നെ ആശുപത്രിയിൽ നിലത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചത്. അല്ല, ആ ഒരു ടൈമില് ഇത് പ്രാർത്ഥിച്ചാൽ മാറും എന്ന് പറഞ്ഞിട്ടില്ല. സംഭവം പറയാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ പ്രാർത്ഥന ഒന്നും ഇല്ല, ഞങ്ങള് മരുന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന ആളാണേ. ചിന്തിക്കുക, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ വയറുവേദന ആദ്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് കോള പിടിച്ചിട്ടാണ് ട്രെയിനിൽ വന്നിട്ട് ഫോണൊക്കെ മിസ്സാകുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഈ ആശുപത്രിയിൽ പരിപാടി എല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് വന്നു. അപ്പോൾ അന്ന് രാത്രി പഴയ പോലെ തന്നെ രാത്രി പ്രാർത്ഥന. അപ്പോൾ ഞാൻ കീബോർഡൊക്കെ ആയിട്ടിരിക്കുന്നു, പപ്പ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നീ ചെയ്തത് വളരെ മോശമായി, ഇത്ര ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നീ കാരണം എനിക്കുണ്ടായ അപമാനം ഒന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഞാൻ ഓക്കെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. വെറുതെ എന്തിനാ, വിശ്വാസിയുടെ വികാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്, കാരണം അവരങ്ങനെ വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മാറ്റിയപ്പോഴാണ്.
പള്ളിയുടെ വാതിക്കൽ കൂടെ പള്ളിയുടെ ആശുപത്രിയിലോട്ട് പോകുന്നത് നിങ്ങൾ ദൈവത്തിനോട് കാണിക്കുന്നത് നന്ദികേടല്ലേ? ദൈവത്തിന് വെറും പൊട്ടനാക്കണോ എന്ന് ചോദിച്ചു. പള്ളിയുടെ ഹോളി ഫാമിലി എന്ന ഹോസ്പിറ്റലിൻ്റെ പേര്. ഹോളി ഫാമിലി എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഹോസ്പിറ്റലാണ്. നമ്മുടെ ചർച്ചും കഴിഞ്ഞ് കത്തോലിക്കരുടെ ചർച്ചും കഴിഞ്ഞിട്ട് കത്തോലിക്കരുടെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കർത്താവിന് സ്തുതി പറയുന്നത് അത് എന്ത് ലോജിക്കാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ മേല പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് വായിക്കുന്നു. ലഡ്ഡു പൊട്ടിയ സന്തോഷമായി. കാരണം എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ്. പിന്നെ ഞാൻ ഇരുന്നിട്ടില്ല. അതാണ് അങ്ങനെയാണ് അവിടെ നിന്ന് വീട്ടിലിറങ്ങി. ശരിക്കും ഇവര് ഈ നോർത്ത് ഇന്ത്യയില് സുവിശേഷ വേല എന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്റേഴ്സ് ഈ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ആ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്ത് ഒരുപാട് തരത്തില് അവരുടെ അതിനെ മുതലെടുത്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ വഞ്ചിക്കുകയല്ലേ? അപ്പം ഈ ബ്രോ, നിങ്ങളുടെ ഫാദറും ഈ ഒരു പാസ്റ്റർ ആവുമ്പം പുള്ളി ഇതിന്റെ ഒരു പാർട്ടാകുകയല്ലേ? യെസ്, ഓഫ് കോഴ്സ്. അതെ. ഈ പാവപ്പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട്. യെസ്, അവർക്കൊന്ന് ഫിനാൻഷ്യലി അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർ ആ ഗ്രാമത്തിൽ അവരുടെ കൃഷിയും അവരുടെ ആടും മാടും പശുവും കോഴിയൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞു വന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ അവരുടെ ഭക്ഷണം തന്നെ റൊട്ടിയും ഡാലുകറിയൊക്കെ ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തുള്ള ആളുകളെ പോയിട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം അവർക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, എന്നെ ഇപ്പോൾ സൈക്കിൾ കാണിച്ച് മോഹിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല, പറ്റത്തില്ല. യെസ്, അതാണ് എൻ്റെ കയ്യിൽ എന്താണോ ഇല്ലാത്തത്, എൻ്റെ മതം എന്താണോ എനിക്ക് തരാത്തത്, എൻ്റെ മതത്തിലുള്ളവർ എനിക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു തരുന്നില്ല, അത് മറ്റൊരു മതത്തിലുണ്ടെന്ന് കാണിക്കുമ്പോൾ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ സൈക്കോളജിക്കലി ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ, അതായത് പെന്തക്കോസുകാർ ഇവിടുന്ന് സ്വന്തം കുടുംബത്തെ വിട്ട് പട്ടിണി കിടക്കാൻ വേണ്ടി അവിടെ പോകുന്നുണ്ടെങ്കിൽ അവര് അതായത് തീവ്രവാദികൾ എങ്ങനെയാണോ സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെ മാനസികാവസ്ഥ, ചാവേറുകളാവാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥ ഉണ്ടായത്, ആ ജിഹാദി സ്വഭാവം തന്നെയാണ് ഇവർക്ക്. സ്വയം പൊട്ടിത്തെറിക്കുന്നില്ലെന്നേ ഉള്ളൂ, സ്വയം സാക്രിഫൈസ് ചെയ്യണം. കുറച്ചുകൂടെ സൈലന്റ് ആണ്. യെസ്, അത് 2 types ഓഫ് ടെററിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് വയലന്റ് ആയിട്ടുള്ളവരും, ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ളവരും. നമുക്കിപ്പോൾ കാണാം, ഈ പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് പച്ചക്കറി 100 പറഞ്ഞ് വിൽക്കുന്നവരും ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ് സൈലന്റ്, ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ബൈ വൺ ഗെറ്റ് വൺ. യെസ്, അതാണ് ആ മാർക്കറ്റിംഗ് ഡിഫറൻസ് ആണ്. സൈക്കോളജിക്കലി ദാറ്റ് ഈസ് എ ബ്രാൻഡ്, ദിസ് ഈസ് വയലൻസ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, സാക്രിഫൈസിങ് ആണ്. അങ്ങനെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ, വി ആർ ബെസ്റ്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് എന്ന് കാണിക്കാൻ ഈസിയാണ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിന്റെ കേസസ് പറഞ്ഞത് കൊണ്ട് പറയാണ്, നമ്മുടെ ഇവിടുന്ന് ആലപ്പുഴ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, ആദ്യം ജസ്റ്റ് ചെറിയൊരു സ്ഥലമായിരുന്നു, പിന്നീട് അതൊരു വലിയ സ്ഥലമായി. ഇപ്പൊ അവിടെ നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഹൈവേയുടെ 2 സൈഡിലും ഭയങ്കര ബ്ലോക്കാണ്. ഇഷ്ടംപോലെ വിശ്വാസികൾ, അത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ കൃപാസനത്തിന്റെ പേപ്പർ വായിച്ചത്. ആ പേപ്പർ താഴെ വിരിച്ച് കിടന്ന് ഞാൻ അതിന്റെ പുറത്തേക്ക് കിടന്ന സമയത്ത് എനിക്ക് എന്റെ നടുവേദന മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ ടെസ്റ്റിമോണിയൽസ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും മെഡിക്കൽ സയൻസും ഈ പറയുന്ന ദൈവത്തിന്റെ ലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കൃപാസനം എന്ന് പറഞ്ഞൊരു കൾട്ടാണ്. പണ്ട് അമേരിക്കക്കാരിലെ ഒരു ജോൺ ഫ്രം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോൺ ഫ്രം അതൊരു അമേരിക്കൻ ആർമിയിലുണ്ടായിരുന്ന വേൾഡ് വാർ 2 ടൈമിൽ ഒരു ഐലൻഡിൽ പോയി. അപ്പോൾ ആ ഐലൻഡിൽ കുറേ ആഫ്രിക്കൻ ആദിവാസികളുണ്ടായിരുന്നു. അപ്പോൾ ആ ആദിവാസികൾ ആഫ്രിക്കൻ ആണെന്ന് തോന്നുന്നു, ആദിവാസികളാണ്. അപ്പോൾ ജോൺ ഫ്രം എന്ന് പറഞ്ഞിട്ട് കൾട്ടിനെ പറ്റി സെർച്ച് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുകൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു പോയി. അവിടുത്തെ ആളുകൾ അന്ന് മുതൽ ഈ ജോൺ ഫ്രം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി വന്ന മറ്റേ എന്താ പറയുന്നത്, പുള്ളിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൻ്റെ പടം വെച്ചിട്ട് അതിൻ്റെ രൂപം മുളകൾ കൊണ്ടുണ്ടാക്കി അതിനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതൊരു കൾട്ടായിട്ട് മാറി. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. അതായത് ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചിട്ട് കോയിൻസിഡൻ്റ് ആയിട്ട് നടന്ന എന്തൊക്കെയോ അത്ഭുതങ്ങൾ
ആ അത്ഭുതങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നു. അതാണ് മറ്റവര് അറിയാണ്ട് ചെയ്യുന്നു, ഇവര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഈ അത്ഭുതങ്ങളെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു കഥ ഞാനിങ്ങനെ കേട്ടത്, കൃപാസനത്തിൽ ഇപ്പോൾ പെട്രോൾ തീർന്നു പോയപ്പോൾ കൃപാസനം പേപ്പർ പെട്രോൾ ടാങ്കിനകത്ത് ഇട്ടിട്ട് വണ്ടി ഓടി, എന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി. എന്നിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പുകാരൻ ചോദിച്ചു, ചേട്ടാ ഇതിനകത്ത് മൊത്തം പേപ്പറാണല്ലോ. അത് മോനെ കൃപാസനം ഇട്ടപ്പോൾ അത്രയും വരെ ഓടി കിട്ടിയത്. കൃപാസനത്തിന്റെ പത്രം പേപ്പർ കീറിയിട്ട് പെട്രോൾ ടാങ്കിനകത്ത് ഇട്ട സംഭവം വരെയുണ്ട്. പരീക്ഷ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളായിരുന്നു. കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ചിലപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അസുഖം മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഞാൻ വേറൊരു കാര്യവും ചെയ്യാതെ ഈ കാര്യം ചെയ്തിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ മിറക്കിൾ. അല്ലേ? കോമൺ സയൻസിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വർക്ക് ചെയ്യാത്ത അതിന് മുകളിൽ നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മിറക്കിളാണ്. അതായത് എനിക്ക് ഫിസിക്സ് അനുസരിച്ച് എനിക്ക് പറക്കാൻ പറ്റില്ല, എനിക്ക് വിങ്സ് ഇല്ല, എൻ്റെ ഗ്രാവിറ്റി എനിക്ക് ഒപ്പോസ് ചെയ്യാനുള്ള കഴിവില്ല, അപ്പോൾ എനിക്ക് സൂപ്പർമാനെ പോലെ പറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നാൽ എൻ്റെ ശരീരത്തിൽ അത് സൂപ്പർ പവറാണ്. എൻ്റെ മുറിഞ്ഞ വിരലിനെ സർജറി ചെയ്ത് വെക്കാനല്ലാതെ തിരിച്ച് കിളിപ്പിക്കാനുള്ള കഴിവ് എൻ്റെ ശരീരത്തിനില്ല. പക്ഷെ പ്രാർത്ഥിച്ചത് സംഭവിച്ചാൽ ഇറ്റ് ഈസ് എ മിറക്കിൾ. ഉറപ്പായിട്ടും ഈ ലോജിക്കില്ലായ്മ ഒരു മിറക്കിളായി മാറുന്നത് അവർ ആ കോയിൻസിഡൻസിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ പ്രാർത്ഥിച്ചാണ് അസുഖം മാറിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച അസുഖം മാറി. അപ്പം ഞാൻ ചോദിക്കും, അപ്പം നിങ്ങൾ മരുന്ന് കഴിച്ചായിരുന്നോ? 1 മാസം കഴിച്ചിട്ട് മാറിയില്ല. ഞാൻ ചോദിച്ചു, ഒരു തലവേദന വന്നിട്ടത് നിങ്ങളൊരു പാരസെറ്റമോൾ കഴിച്ചാൽ എത്ര നേരം കൊണ്ട് തലവേദന മാറും? അത് 10 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ വലിയൊരു അസുഖത്തിൻ്റെ മരുന്ന് പ്രവർത്തിക്കാൻ എത്ര ഡ്യൂറേഷൻ വേണ്ടി വരും? അതിനൊരു ടൈമില്ലേ? ആ ടൈം തീരുന്നതിന് മുമ്പ്, അതായത് 10 മിനിറ്റ് കൊണ്ട് മാറേണ്ട തലവേദന 9ാമത്തെ മിനിറ്റ് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പാരസെറ്റമോൾ ആണോ വർക്ക് ചെയ്തത്, അതോ എൻ്റെ 9ാമത്തെ മിനിറ്റിലെ പ്രാർത്ഥനയാണ് വർക്ക് ചെയ്തത്? ലാസ്റ്റ് വന്നിട്ട് ക്രെഡിറ്റ് കൊണ്ടുപോയ അവസ്ഥ. അതെ. 99 അടിയും മരുന്ന് ചെയ്തിട്ട് 100ാമത്തെ അടി പ്രാർത്ഥന ചെയ്തപ്പോഴത്തേക്ക് കല്ലുകുട്ടി എന്ന് പറയുന്നത് അത് ലോജിക്കില്ലായ്മയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. അതുപോലെ തന്നെയാണ് ആ കുട്ടികൾ പഠിച്ചത് കൊണ്ടാണ് അത് നടന്നത്. അല്ലാതെ പഠിക്കാതിരുന്നിട്ട് കൃപാസനമ്മ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്കരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കും. ഇല്ല, അവിടെ വർക്ക് ചെയ്തില്ല. പകുതി ഞാൻ പഠിച്ചു, പകുതി അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവര് പറയും, അപ്പോൾ ഓർമ്മശക്തി വേണ്ടത്, ഓർമ്മശക്തിക്ക് ദൈവം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള മതങ്ങളിലുള്ള കുട്ടികളോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ടോപ്പർ ആവുന്നുണ്ട്. അപ്പൊ അവരെ ഏത് കൃപാസനമ്മയാണ്? അപ്പൊ പഠിച്ച കുട്ടികൾ മാർക്ക് മേടിക്കുന്നതും ഒട്ടും പഠിക്കാതെ കൃപാസനം വെച്ച് പ്രാർത്ഥിക്കുന്ന തമ്മിൽ അതായത് വ്യത്യാസം. അതായത് അത്ഭുതം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 0, നമ്മുടെ സൈഡിൽ നിന്ന് 0 കാര്യങ്ങൾ ചെയ്യുക, 100% ദൈവം തരിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അത്ഭുതമായിട്ട് മാറുന്നത്. അല്ലാതെ ഇത് ആക്ച്വലി പണ്ട് ആരോ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യിലൊരു മാന്ത്രിക സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ വന്നിട്ട് ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് പോയി. അവസാനം ഇവർ ഭയങ്കര റിച്ച് ആയിട്ട് ഇവരിരുന്ന് പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോ ഇവർ പരീക്ഷയ്ക്ക് ജയിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആള് തോളിൽ കൈയിട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ പരീക്ഷയ്ക്ക് ജയിച്ചവൻ എപ്പോഴും ഇത് പബ്ലിസിറ്റി ചെയ്യും, തോറ്റവൻ ഒരിക്കലും ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ല. 1000 പേര് കൊടുത്തതിൽ 970 പേരും തോറ്റെങ്കിലും ആ ജയിച്ച 30 പേര് മതി നമുക്ക് ജീവിക്കാൻ. അതെ, അത് തന്നെയാണ് ഈ എല്ലാ പ്രവാചകന്മാരുടെയും ഐഡിയ. അതായത് ഓരോ പ്രകൃതി ക്ഷോഭങ്ങൾ നടക്കുമ്പോൾ, അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോഴോ ഒരു കൂട്ടം ആളുകൾ വരും. ഞാനത് പണ്ടേ പറഞ്ഞതാണ്, പ്രവചിച്ചത്. അതായത് കൊറോണ വന്നപ്പോഴും യുദ്ധം നടന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇതെല്ലാം പ്രവചിച്ച ആളുകൾ പൊങ്ങി വന്നു. അവർ വേറെയും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. ഇത് തന്നെയാണ് ഈ ബൈബിളിലുള്ള ഒരുപാട് പുസ്തകങ്ങളിനകത്ത് പറയുന്നത്. അതിനകത്ത് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഗ്രന്ഥത്തിനകത്ത് വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം നടക്കാത്ത സംഭവങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല. ഇതാ ലോജിക്കാണ്. അതെ.
അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്തരത്തിൽ കൃപാസനം പോലുള്ളതൊരു ശുദ്ധ തട്ടിപ്പാണ്. തട്ടിപ്പാണ്. അവര് മാർക്കറ്റിംഗ് ആണ്, പൈസയ്ക്ക് വേണ്ടിയാണ്. അമൃതാനന്ദ മയ്യും അത് തന്നെ സെയിം കാര്യമാണ്. സെയിം ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ആളുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർമാരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പ്രൊഫൈൽ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പറയും, ദൈ കണ്ടില്ലേ മറ്റേ കോളേജിൽ വലിയ പ്രൊഫസറാണ്, ദൈ കണ്ടില്ലേ ഇത് അദ്ദേഹം വലിയ ഡോക്ടറാണ്. ഇവർ ഈ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇവർക്ക് ദൈവവിളി വന്നു, ഇവരൊരു പാസ്റ്റർ എന്ന തലത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇവർ നശിപ്പിക്കുന്നത് ഇവരുടെ സ്വന്തം കരിയർ, ഇവരുടെ പ്രൊഫഷൻ, ലൈഫ് ഒക്കെ തന്നെയാണ്. പക്ഷെ മറ്റൊരാളെ ഈ ഒരു പ്രൊഫൈൽ വെച്ച് ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതെ 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 അതെ. അത് ഒരു ഫേമസ് ആയിട്ടൊരു സിംഗർ ഉണ്ട്, ഡോക്ടർ ബ്ലസൻ മേമന. അദ്ദേഹം ഡെന്റൽ ഡോക്ടറായിരുന്നു, അത്യാവശ്യം നല്ല റിച്ച് ഫാമിലി, വലിയ ക്ലിനിക്കൊക്കെ ഉള്ള ഒരാളായിരുന്നു. പുള്ളി അതെല്ലാം വിട്ടു. ഇപ്പോൾ ഫുൾ ടൈം വർഷിപ്പ് ലീഡിങ്, പാട്ടുകൾ എഴുതുക, അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹത്തിനെ മാർക്കറ്റ് ചെയ്തിരുന്നതും അദ്ദേഹം ഇപ്പോഴും ആ ഡെസിഗ്നേഷൻ ഉപയോഗിക്കുന്നതും I was a doctor, now I am a worship leader. Yes. Personally, he is a good man. നല്ല ആളാണ്, പേഴ്സണാലിറ്റി എനിക്കറിയാം, നല്ല സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് യൂസിങ് ദാറ്റ് ഡെസിഗ്നേഷൻ. അത് വെച്ച് കാണിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതോ, അല്ലെങ്കിൽ ഇന്ന ആളെന്ന് പറഞ്ഞ് കാണിക്കുന്നത്, അതെല്ലാം ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതി തന്നെയാണ്. അത് അവർ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ നിരീശ്വരവാദി ആയെന്ന് മനസ്സിലായപ്പം ഒരു എഞ്ചിനീയർ അല്ല, ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 60,000-70,000 രൂപ സാലറിക്ക് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ബിടെക് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ബാങ്കിൽ ജോലി കയറി. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് നിർത്തണം എന്നും പറഞ്ഞിട്ട് പുള്ളി എന്നെ തിരിച്ച് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഒരാൾ ഇത് ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞതും ഇത് തന്നെയാണ്, ഞാനിതെല്ലാം വിട്ടത് ദൈവവിളി വന്നോണ്ടാണ്. ഞാൻ ചോദിച്ചു, ദൈവം എങ്ങനെ വിളിച്ചു? ദൈവം എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? ദൈവത്തിന് അങ്ങനെ മനസ്സിൽ സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഈ റേപ്പ് ചെയ്യാൻ പോകുന്ന ആണുങ്ങളോട് ദൈവത്തിന് സംസാരിച്ചൂടെ? തെറ്റാന്ന് പറഞ്ഞു. കൊലപാതകം ചെയ്യാൻ പോകുന്നവരോട് ദൈവത്തിന് മനസ്സിൽ സംസാരിച്ചൂടെ? ക്രിമിനൽസിനോട് സംസാരിക്കാത്ത ദൈവം വിശ്വാസികളോട് മാത്രം സംസാരിക്കുന്ന ദൈവം ഈസ് എ സൈക്കോ അല്ലേ? അപ്പോൾ ദൈവം അത് ആസ്വദിക്കുകയും കണ്ടു ചിരിക്കുകയും ചെയ്തു. ഇവിടെ വിശ്വാസിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, അവൻ സഫർ ചെയ്യാൻ വേണ്ടി അവനെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഈസ് എ സൈക്കോ. അല്ല, ഈ ദൈവവിളി വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ അവകാശപ്പെടുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവന്മാർക്ക് പണിയെടുക്കാനുള്ള മടിയാണ്, കഷ്ടപ്പെടാനുള്ള മടിയാണ്. ഇപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, ആ ജോലിക്ക് അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. സോ അതിലേക്കൊക്കെ പോകാനുള്ള ഒരു മടിയാണ്. ഇതാവുമ്പോൾ കുറച്ച് കാശ് കിട്ടും, കുറച്ച് ആളുകളുടെ ഒരു അറ്റൻഷൻ നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അത് രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉള്ളവരും ഉണ്ട്, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളവരും ഈ പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു TV ചാനലുണ്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു ക്രിസ്ത്യൻ ചാനൽ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു ആ ചാനൽ അവർ നല്ല റിച്ചാണ്, പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി നല്ല പെന്തക്കോസ് തന്നെയാണ് അവർ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇവർ ഇതിനിങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നല്ലതാണെന്നോ നല്ല മതമാണെന്നോ, അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് രീതികളൊക്കെ, അതിപ്പം എന്താ പറയുക, അപ്പോൾ ഞാൻ ഫേമസ് ആവാൻ വേണ്ടി എന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. ഇവർ ഇൻഡയറക്റ്റ്ലി അവർ ഫേമസ് ആയി പോകുന്നതാണ്. കാരണം ഇപ്പം നല്ലൊരു പാട്ട് എഴുതി, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബ്ലസൻ മേമന, അദ്ദേഹം ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതല്ല. പുള്ളിക്കൊരു ദൈവവിളി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പാട്ട് എഴുതി. ആ പാട്ട് അങ്ങ് സൂപ്പർ ഹിറ്റായി. അപ്പോൾ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇത് പുള്ളിക്ക് പറഞ്ഞിട്ടുള്ള പണി ഡോക്ടർ അല്ല, ഞാൻ ക്ലിനിക്കും തെറാപ്പി അല്ലെങ്കിൽ അതൊന്നും അല്ല എനിക്ക് പറ്റിയത്. എനിക്ക് പറ്റിയത് പാട്ട് എഴുതുക, വർഷിപ്പ് ചെയ്യുക, ആളുകളെ ഇതിൽ നിന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ പുള്ളി മുമ്പിലോട്ട് പാട്ടുകൾ എഴുതാൻ തുടങ്ങി. പുള്ളിയുടെ പാട്ടുകളൊക്കെ നൈസാണ്, നല്ല അടിപൊളി കഴിവുള്ള മനുഷ്യനാണ്. അത് ഞാൻ അംഗീകരിക്കുക തന്നെ. കാരണം പുള്ളിയുടെ പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മൾ ഇപ്പോഴും ക്രിസ്ത്യൻസ് വർഷിപ്പിന് ഉപയോഗിക്കുന്ന മെയിൻ സ്ട്രീം പാട്ടുകളൊക്കെ നല്ലത് പുള്ളിയുടെ ഉണ്ട്. അപ്പം അത് പുള്ളി ഫേമസ് ആവാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയില്ല, പണം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും പറയില്ല. കാരണം പുള്ളി നല്ല റിച്ചാണ്.
പുള്ളിക്ക് അങ്ങനെ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ആവേണ്ട ഒരു ആവശ്യം പുള്ളിക്കുള്ളതായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനു വേണ്ടി നടക്കുന്ന ആളുകളുണ്ട് ഫേമസ് ആവാൻ വേണ്ടി. ഇപ്പം നമ്മൾ ട്രാൻസ് സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവർ ഫേമസ് ആക്കി അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റി ബ്രാൻഡാക്കി സെൽഫ് ബ്രാൻഡ് ചെയ്യുക. ടിജോ എന്ന് പറഞ്ഞിട്ടൊരു പാസ്റ്ററുണ്ട്, പുള്ളിയുടെ സ്ഥലം കൊല്ലമാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഭയങ്കര ഫേമസ് ആണ് യൂട്യൂബിൽ. ബട്ട് ഹീസ് എ ഫ്രോഡ്. അത് പറയാൻ തന്നെ കാരണം അൾട്ടിമേറ്റ്ലി എല്ലാ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. തട്ടിപ്പിന്റെ അങ്ങേയറ്റാണ്. ട്രാൻസ് സിനിമ എക്സാക്ട്ലി പുള്ളിയാണ് ടിജോ. അത് പുള്ളി നടത്തിക്കുന്ന തട്ടിപ്പുകളൊക്കെ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അവിടെ പോരുന്ന് ബാക്കിയുള്ള പെന്തക്കോസ്തുകാർ വരെ പറയും. ഈ അതായത് ഇപ്പൊ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയും, ഇവിടെ ഇവിടെ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടോ? തോമസ് പുള്ളിയുടെ ആളാണോ? അല്ല, സംഭവം പറഞ്ഞുതരാം. ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയോ? തോമസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തോമസ് ഉണ്ടാവും. അപ്പൊ പറയും, ഈ വീടിന്റെ സൈഡിൽ ഒരു പുഴയൊക്കെ ഒഴുകുന്ന ആ വീട്ടിലെ തോമസ് ഉണ്ടോ അവിടെ? അപ്പൊ പുള്ളി അറിയാം. അപ്പൊ തോമസുമാരിൽ ഒരു 100 തോമസുമാരുണ്ടെങ്കിൽ ഒരു 50 പേര് മാറി പുഴയുള്ള തോമസുമാർ മാത്രമാവും. അത് കഴിഞ്ഞിട്ട് വീടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടോ, അപ്പോൾ അതിനകത്തുനിന്ന് 20 പേര് മാറി തെങ്ങുള്ള തോമസ് മാത്രമായി. മക്കളാരെങ്കിലും ഗൾഫിലുണ്ടോ? ഓട്ടോമാറ്റിക്കലി കമ്മിങ്. അതായത് പറഞ്ഞു ഒരാളിലേക്ക് വന്നു. ഈ തോമസിന് റിയാലിറ്റിയിൽ അറിയില്ല ഇയാളെ പണ്ടേ അവർ വാച്ച് ചെയ്തിരുന്നു. അതാണ് അവിടെ ഒരു പ്രാർത്ഥന നടന്നാൽ, ഇവരൊരു സ്ഥലത്ത് കൺവെൻഷൻ നടത്തിയാൽ ആ കൺവെൻഷന് ഇവർ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ സ്ഥലം നോക്കും. അൾട്ടിമേറ്റ്ലി നല്ല റിസർച്ച് ചെയ്യും. സ്ഥലം എന്താണ്, അവിടുത്തെ കുഴപ്പങ്ങൾ എന്താണ്, അവിടെ വരാൻ പോകുന്ന പെന്തക്കോസ് ആളുകളുടെ സ്വഭാവങ്ങൾ എന്താണ്, ഇവരെവിടെയൊക്കെ നോട്ടീസ് കൊടുക്കാൻ പോയി. ഇവർ നോട്ടീസ് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ആ വീടും സ്ഥലവും പരിസരവും എല്ലാം ഓർത്ത് വെക്കും. ആ സ്ഥലം ഇവിടെ ഉണ്ടോ, ആ സ്ഥലത്തുള്ള ആൾ ഇവിടെ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യും. ആ സ്ഥലത്തുള്ള ആൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാളെ തിരിച്ചറിഞ്ഞിട്ട് ബാക്കിൽ നിന്ന് നമ്മുടെ ലൂസിഫറിനകത്ത് ഹെഡ്ഫോണിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ട്. അത്രയ്ക്ക് തട്ടിപ്പാ. സീരിയസ്ലി ഇപ്പൊ ടിജോ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ടിജോ എന്ന് പറയാൻ കാരണം ഇതിപ്പോ ഡിഫേമേഷനോ അല്ലെങ്കിൽ വ്യക്തിത്വമാവും. ബട്ട് സീരിയസ്ലി എവ്രി വൺ ഷുഡ് വാച്ച് ഹിസ് വീഡിയോസ്. കാരണം ആ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അയാളെ തട്ടിപ്പ് മനസ്സിലാവും. വേറൊരു പുള്ളിയുണ്ട് പെന്തക്കോസിൽ നിന്ന് കാത്തലിക്കിലോട്ട് പോയത്. പുള്ളിയുടെ തട്ടിപ്പൊക്കെ പബ്ലിക്കലി പിടിച്ചാണ്. അല്ല, ഞാനും എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നടു വയ്യാതെ ഡിസ്കിന് പ്രശ്നമായിട്ട് ഇരിക്കുന്ന ആളുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് ചികിത്സ എടുക്കുന്ന ആളുകൾ വീൽ ചെയറിൽ വന്നിട്ട് വരൂ എഴുന്നേക്കൂ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് അതൊക്കെ പ്ലാൻഡ് ആണ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പെന്തക്കോസ്റ്റിൽ നിന്ന് കാത്തലിക്കിലോട്ട് പോയിട്ട് സ്റ്റേജിൽ വയ്യാണ്ട് ഒരാളെ മറ്റേ ഇതിൽ കട്ടിലിൽ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തിക്കുക. അപ്പോൾ വീൽ ചെയറിൽ നിന്നിട്ട് മറ്റേ സുഗതന്റെ കെട്ടുപൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ സെയിം സാധനം സംഭവിച്ചതാണ്. സുഗതൻ ഇവിടെ വരുന്നുണ്ട്. കെട്ടുപൊട്ടിച്ച് സംഭവം നടന്നതാണ്. അപ്പോൾ സുഗതന്റെ അതുപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ ഇത് ചെയ്തു, എഴുന്നേറ്റ് നടന്നു. സീരിയസ്ലി അയാൾ അത് വീഡിയോ ഇതിനു മുമ്പ് നടക്കുന്നൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അയാളെ 1000 രൂപ 2000 രൂപ കൊടുത്തിട്ട് അവിടെ ഈ അണികളായിട്ട് കൊണ്ടുപോകത്തില്ലേ, എന്തിനാ കൊണ്ടുവന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുത്തിട്ട് ചുമ്മാ ജയ് വിളിച്ചാൽ മതി. അപ്പോൾ 500 രൂപയ്ക്ക് കൊടുത്തു, 1000 രൂപയ്ക്ക് പുള്ളി അഭിനയിച്ചു. പക്ഷേ ആ അഭിനയം പിന്നീട് അത് പൊളിഞ്ഞു. അപ്പൊ തന്നെ അത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഭയങ്കര ചർച്ചയായിരുന്നു. ഇയാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഒറിജിനൽ അത്ഭുതം നടത്തുന്നവർക്ക് പോലും നാണക്കേടാണ്. അതെ. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പൊ ബീഹാറിലെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാസ്റ്റർ ജയിലിലായ ഒരു ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ആ പാസ്റ്ററെ നോക്കാനായിട്ട് ഈ സഭകളോ കാര്യങ്ങളോ, ബീഹാറിലെ ഒരു കുട്ടി മരിച്ചതിനല്ല, അവിടെ മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ. അപ്പം അതിനുശേഷം അദ്ദേഹത്തെ നോക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ഈ സഭയൊന്നും മുന്നോട്ട് ഇറങ്ങി വരികയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് ഒരു ആവശ്യം കഴിഞ്ഞ് ഇപ്പൊ ഇല്ല യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു നിലപാടാണോ സഭയ്ക്ക്? അതുപോലെ തന്നെ ഇതൊരു മാഫിയാണോ? അങ്ങനെ ചോദിച്ചാൽ ആളോട് വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ഒരു മെയിൻ സ്ട്രീം പാസ്റ്റർ ജയിലിൽ കിടന്നെങ്കിൽ ഇറക്കും. അതിപ്പോ ഈ വ്യക്തിക്ക് വലിയ റിസൾട്ട് തരാൻ പറ്റാത്ത ഒരു സെയിൽസ്മാൻ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സെയിൽസിൽ തന്നെ
നല്ല റിസൾട്ട് തരുന്ന എംപ്ലോയി ഓഫ് ദി ഇയർ ആയിട്ടുള്ള ഒരു സെയിൽസ് മാനാന്ന് വിചാരിക്കുക. അയാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാനേജർ കൂടെ നിൽക്കും. പക്ഷെ വലിയ കൺവേർഷൻ നടത്താൻ പറ്റാത്ത ഒരു സെയിൽസ് മാൻ ആണെങ്കിൽ നീ പോയാലും എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതിലേക്ക് ഈ കൺവേർട്ടായി വരുന്ന ആളുകളെ ഈ കുറെ കഴിഞ്ഞ് ഇവർ കെയർ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് ഇവർ തിരിച്ച് ബാക്ക് ടു അവരുടെ ഹോമിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകൾ ഇവർ ചെയ്യാറുണ്ടോ? ട്രാപ്പ് മാനിപ്പുലേഷൻ ആണ്, അത് സൈക്കോളജിക്കലി മാനിപ്പുലേഷൻ ആണ്. ഈ ഹണി ട്രാപ്പ് പോലെ എന്തെങ്കിലും? ഹണി ട്രാപ്പ് അങ്ങനല്ല. ഇത് ഇവർക്ക് പൈസ ലാഭമോ അങ്ങനൊന്നുമില്ല. ഇവർക്ക് ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ഫോട്ടോസ് എടുക്കുന്നു പറഞ്ഞാൽ അവർ ഒരു 60% പൈസ ഉണ്ടാക്കാനാണെങ്കിൽ 40% ഇവർക്ക് ഈ ചാരിറ്റി പരിപാടി തന്നെയുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇപ്പം ഒരാളെ കൺവേർട്ട് ചെയ്തു ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ മതം തെറ്റാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം ഇതല്ല ശരി അതാണ് ശരി എന്ന് വിശ്വസിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതൊരു ഇൻക്യുബേഷൻ പീരീഡ് പോലെയാണ്. അതായത് ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിട്ടിരുന്ന ഒരു കാര്യം അതല്ല ശരി, വേറൊരാണ് ശരി എന്ന് വിശ്വസിക്കും. ഇപ്പം ഒരാളുടെ അച്ഛൻ, അയാളല്ല അച്ഛൻ, മറ്റൊരാളായിരുന്നു, ഇയാൾ വളർത്തച്ഛനാണെന്ന് ഒരു ഓർഫൻ കുട്ടിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. പക്ഷെ ഒറിജിനൽ അച്ഛനെ കണ്ടാൽ പോലും ആ സ്നേഹം തോന്നത്തില്ല. പക്ഷെ ആ സ്നേഹം തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടൈം എടുക്കും, സംസാരിച്ച് ഉൾക്കൊണ്ടുവരണം. ഇതുപോലെ തന്നെയാണ് ഈ ഹിന്ദു മതം അല്ലെങ്കിൽ മുസ്ലിം മതം, ഇസ്ലാം മതം അത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് തെറ്റാണെന്നും ക്രിസ്ത്യാനിറ്റിയാണ് ശരിയെന്ന് വിശ്വസിപ്പിക്കാൻ ഈ വളർത്തച്ഛൻ ഒറിജിനൽ അച്ഛൻ്റെ പോലെ സംഭവം അത് തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ആ ടൈമിൽ ഇവർ പോവരുത്, അതിന് കെയർ ചെയ്യും. യെസ്, വന്നു കഴിഞ്ഞാൽ വൺസ് ദേ ആർ ഇൻ ക്രിസ്ത്യാനിറ്റി അവർ പിന്നെ കുഴപ്പമില്ല, പിന്നെ പോവില്ല. കാരണം അവർക്ക് ബാക്കിയുള്ള മതങ്ങളിൽ നിന്ന് കിട്ടാത്ത സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടും. കാരണം ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു മരണമോ അല്ലെങ്കിൽ മരണമല്ല ഒരു രോഗമോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലെ പൂജാരി വന്നിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരാം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരില്ല. ബട്ട് ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും അവിടെ പോവും, പ്രാർത്ഥിക്കും. അത് അവരുടെ ഒരു ഡ്യൂട്ടി പോലെ അവർ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. ഒരാൾ ആശുപത്രി കിടന്നറിഞ്ഞു കഴിഞ്ഞാൽ പൂജാരി പോയിട്ട് അവിടെ പോയിട്ട് പൂജ ചെയ്യില്ല. പക്ഷെ ഒരു പാസ്റ്റർ പോയിട്ട് അവിടെ പോയി ആശുപത്രി, മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാൽ കാണാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ പോകും, ജയിലിൽ പോകും. നമ്മുടെ സെൻട്രൽ ജയിലിലൊക്കെ ഉണ്ട്, വിയൂരൊക്കെ ജയിലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. അവിടെ പോയിട്ട് മനംമാറ്റത്തിനും ഇതിനു വേണ്ടിയൊക്കെ സംസാരിക്കാം. മനംമാറ്റമല്ല, മതം മാറ്റമാണ്. അപ്പം ഒരു വലിയ 7 കൊല അങ്ങോട്ട് ചെയ്ത ഒരാളെന്നുള്ള ഞാൻ കണ്ടായിരുന്നു. ചർച്ചിന് ഇത് ജയിലിൽ വെച്ചിട്ട് പുള്ളിയെ മതം മാറ്റിയത്. അത് 7 അങ്ങ് അത്ര നല്ലൊരു വലിയ നമ്പറിൽ കൊല ചെയ്ത ഒരാളെ അവിടെ ചെന്ന് അയാളുടെ സാഹചര്യത്തെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അയാള് ചിലപ്പോൾ എന്തോ അവസ്ഥയിൽ പുള്ളി കൊന്നതാണ്, ഫാമിലിന്റെ എന്തോ തന്നെ കൊന്നതാണ്. പക്ഷെ പുള്ളി പിന്നീട് മതം മാറി പുള്ളിയുടെ നോർമൽ സ്വഭാവമൊക്കെ മാറി നല്ല രീതിയിലുള്ള മനംമാറ്റവും സംഭവിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. മതം മാറിയപ്പോൾ ചിലപ്പോൾ വയലൻസ് അയാളിൽ നിന്ന് ഇപ്പോൾ ചിലപ്പോൾ അയാൾ ചെയ്തു കഴിഞ്ഞിട്ട് കുറ്റബോധത്തിൽ ഇരിക്കുന്ന ആളുമായിരിക്കാം. ഒന്നും അല്ലെങ്കിലും ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു എപ്പോഴും പ്രൊഫഷണലി മർഡേഴ്സിന് വേണ്ടി നടക്കുന്ന ഒരാളല്ല എങ്കിൽ അയാൾക്ക് ഒരു കൊലപാതകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റബോധം തോന്നും, ചെയ്യരുതായിരുന്നു, അതിന് വേറെ രീതിയിൽ എന്നെ പരിഹരിക്കാമെന്ന് തോന്നും. അത് ഏത് മർഡർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും, വളരെ റിവെഞ്ചിൽ ചെയ്തിട്ട് ആണെങ്കിൽ പോലും, പകയോടെ ചെയ്തിട്ട് ആണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു തെറ്റ് തോന്നും, ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി പണം മേടിച്ച് കൊല്ലുന്ന ഒരു ഗുണ്ടാസംഘമായിരിക്കണം. അവർക്ക് ആരെ കൊന്നാലും അവർക്ക് പണം കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരാൾക്ക് മനം മാറിയത് ചിലപ്പോൾ അയാളുടെ റിഗ്രറ്റ് കൊണ്ടായിരിക്കാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി മതം മാറ്റത്തിനും കൂടെ കാരണമായി. നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതലും ഇവിടെ ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയമായിരുന്നു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്ക് നിങ്ങൾ മതം മാറിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ലവ് ജിഹാദ് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചർച്ചയായ ഒരു വിഷയമാണ്. പക്ഷെ ഇതേ സെയിം കാര്യം തന്നെ ഇതിലും നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇയാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതം മാറിയേ പറ്റൂ എന്നുള്ളത് നടക്കുന്നുണ്ടോ ഇതില്? ജിഹാദ് എന്ന് പറയുമ്പം ഒരു അർത്ഥം വേറെ ഉണ്ട്. അതായത് ചാവേറാവുക എന്നും കൂടി ഉണ്ട്. പക്ഷെ
ലവ് ജിഹാദിനേക്കാളും കൂടുതൽ പറയാം കൺവേർഷൻ ജിഹാദ് എന്ന് വേണമെങ്കിൽ പറയാം. കൺവേർഷൻ ജിഹാദ്. അതായത് ലവ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അങ്ങനെയാക്കാം. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുമ്പോൾ കൺവേർട്ട് ആക്കാൻ വേണ്ടി ആരും ലവ് ചെയ്യുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ കൺവേർട്ട് ആക്കാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റിയിൽ കൺവേർട്ട് ആക്കാൻ വേണ്ടി ആകത്തില്ല. പക്ഷേ പ്രേമിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ വന്നു കഴിയുമ്പോൾ കൺവേർട്ട് ആവാതെ കല്യാണം കഴിക്കില്ല എന്നൊരവസ്ഥ വരും. അല്ലാതെ ഇതൊക്കെ മനഃപൂർവ്വം ചിലപ്പോൾ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടും അങ്ങനെ പറയുന്നതും ഉണ്ടാവാം. അപ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആളും ക്രിസ്ത്യൻ ആയിരുന്നു, പക്ഷേ കാത്തലിക് ആയിരുന്നു. അവർക്ക് പെന്തക്കോസുകാർ പിശാചുക്കളാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കത് ഓക്കെ അല്ല. അപ്പോൾ അവർ പറയും പെൺകുട്ടിയുടെ വീട്ടിൽ ഓക്കെ അല്ല. ഓക്കെ അല്ല. ഇപ്പൊ ചെക്കൻ്റെ വീട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലും സമ്മതിക്കില്ല, അവള് കാത്തലിക്കാണ് സമ്മതിക്കില്ല. കാത്തലിക്കോ ജാക്കോബൈറ്റോ ഇവർ തമ്മിൽ ആരും തമ്മിൽ കല്യാണം കഴിക്കില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. അവര് കാത്തലിക് ആണെങ്കിൽ കാത്തലിക് ടു കാത്തലിക്, അല്ലെങ്കിൽ ലാറ്റിൻ ടു റോമൻ, അല്ലെങ്കിൽ ലാറ്റിൻ ടു സിറിയൻ, അങ്ങനെ കാത്തലിക്കിനകത്ത് മാത്രമേ നടത്തത്തുള്ളൂ. കാത്തലിക് ടു ജാക്കോബൈറ്റ് വരില്ല. അത് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ സമ്മതിക്കുന്ന പള്ളികളും ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ അവർ വേറൊരു സമുദായത്തെ അവരിലൂടെ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ്, CSI, ഓർത്തഡോക്സ് തുടങ്ങിയിട്ടുള്ള സമുദായങ്ങൾ അവരുടെ ഇതിൽ തന്നെയായിരിക്കും. ഇപ്പോൾ കല്യാണം, ഇപ്പോൾ ഒരു പെണ്ണാലോചിച്ച് വരുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെ ഇതാണ്, നമ്മുടെ കൂട്ടരാണെന്ന്. നമ്മുടെ കൂട്ടരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിപരമായിട്ടും സമുദായപരമായിട്ടും മതപരമായിട്ടും നമ്മുടെ ആളാണോ എന്ന് ഉറപ്പ് വരുത്തുന്ന ചോദ്യമാണ് നമ്മുടെ കൂട്ടരാണെന്ന് ചോദിക്കുന്നത്. മതം മാറി വന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ ആളുകൾ പ്രേമിക്കുന്ന സമയത്ത് അതിനുശേഷം അവർ ഒന്നിക്കുമ്പോൾ ഇവർ മതം മാറുന്നില്ല. അതായത് പെൺകുട്ടി ഏത് മതമാണോ ആ മതത്തിൽ തന്നെ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു. ആൺകുട്ടി ഏതാണോ അതിൽ തന്നെ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഇത് പോസിബിൾ ആണോ? ഒരു 99% പോസിബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമേ തന്നെ എതിർപ്പുണ്ടാവും. കാരണം അന്യമതസ്ഥ വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു സ്ത്രീ, പെൺകുട്ടി അവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ഇവരുടെ എല്ലാ സിസ്റ്റത്തിനോടും വളരെ വ്യത്യാസമുള്ളൊരു വിശ്വാസ രീതി, മണിയുടെ ശബ്ദം, സാമ്പ്രാണിത്തിരി, രൂപങ്ങൾ, അങ്ങനെ ഒരു പൂജാമുറി, ഈ ഒരു സിസ്റ്റം ഇല്ലാത്ത മറ്റൊരു മതവിശ്വാസി അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കാൻ പറയുന്ന ആളുകളുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഈ പരിപാടി നടക്കില്ല, നിനക്ക് വേണമെങ്കിൽ നീ വേറെ വീടെടുത്ത് വെച്ചോ എന്ന് പറയും. ഒരുമിച്ച് താമസിക്കുന്ന ചിലപ്പോൾ ചില അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി മോഡേൺ സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ, ലോകത്തെ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവര് നല്ല രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അവർക്കിപ്പം റിലേഷൻഷിപ്പിനെ അവർ അല്ലെങ്കിൽ ലവിനെ അല്ലെങ്കിൽ സ്നേഹത്തെ, കെയറിനെ അവർ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിലീജിയനെ താഴെ വെച്ചിട്ട് ഇതിനെ എടുത്ത് മുകളിൽ വെക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ബ്രോ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലായിരിക്കും വിടുക? ഞാൻ നിരീശ്വരവാദിയാണ്, ശരിയാണ്. അപ്പോൾ എൻ്റെ കുട്ടി നിരീശ്വരവാദത്തിലോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ വിശ്വസിച്ചതെല്ലാം ശരിയാവണമെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് ഞാൻ വിശ്വസിച്ചത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കുട്ടിക്ക് ചോയ്സ് ഉണ്ട്. അവൻ ജനിച്ചു വീഴുമ്പം നിരീശ്വരവാദിയാണ്, അവൻ വളർന്നു വരുമ്പം നിരീശ്വരവാദിയായി തുടരണമെന്നോ മതവിശ്വാസിയായിട്ട് മാറണമെന്നോ അവന് തീരുമാനിക്കാം. ഇൻ കേസ് അയാൾ ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്റ്റ് ആകാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിലേക്ക് അട്രാക്റ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ, ആസ് എ ഫാദർ എന്ന രീതിയിൽ ഇത്രയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തായിരിക്കും പറയാ? ഞാൻ മതത്തിലോട്ട് പോകുന്നതിനോട് എനിക്ക് എതിർപ്പുകളൊന്നുമില്ല. ചിലപ്പോൾ ആ മതം അയാളെ മാറ്റുന്നുവെങ്കിൽ, നല്ലതാണെന്ന് അയാൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ, അതിന് സ്ട്രോങ് ഒരു റീസൺ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കില്ല. അതിപ്പം റിലീജിയസ്ലി നിൽക്കുമ്പോൾ ഒരുപാട് ക്രൈംസ് കുറയുന്നു എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ മുകളിലിരിക്കുന്ന ഒരാളെ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ക്രൈംസ് ഒരുപാട് കുറയും. കാരണം ഒന്നല്ലെങ്കിൽ നാളെ എന്നെ ദൈവം ശിക്ഷിക്കും, അതിനൊരു കർമ്മയുണ്ടെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തെറ്റ് ചെയ്യാനുള്ള തോന്നലുള്ളൂ. നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ ആരും പേടിക്കണ്ട. കാരണം നോബഡി ഈസ് വാച്ചിങ്, ആരുടെ സർവൈലൻസിലല്ല. അപ്പോൾ ആ പേടി മാറി ഒരാളും ഇതിനേക്കാളും നല്ലത് ചിലപ്പോൾ വിശ്വാസിയായിട്ടിരിക്കുന്ന അയാൾക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എൻ്റെ മകനാണെങ്കിലും
എല്ലാത്തിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഏത് മതം എടുത്താലും ആ മതം എടുത്തതിനൊരു കാരണം എടുത്ത് പറയണം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് യെസ്, അത് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഐഫോൺ എടുത്തത് കൊണ്ട് എൻ്റെ മകനും ഐഫോൺ എടുക്കണം നിർബന്ധമില്ല. അവൻ ആൻഡ്രോയിഡ് ആണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ അവൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഒരിക്കലും ഇത് പറയാം. കാരണം എൻ്റെ ചിന്താഗതിയോ എൻ്റെ തോട്ട് പ്രോസസ്സോ എൻ്റെ ലോജിക്കൽ മൈൻഡോ അതൊന്നും ആ മകനും സെയിം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവൻ മതം എടുക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിരീശ്വരവാദി ആയിട്ട് തുടരണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണങ്ങൾ വേണം. അല്ലാതെ ഞാൻ നിരീശ്വരവാദി ആയതുകൊണ്ടോ എൻ്റെ ഭാര്യ നിരീശ്വരവാദി ആയതുകൊണ്ട് എൻ്റെ മകനും നിരീശ്വരവാദി ആവണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഈ നമ്മുടെ നാട്ടില് ദളിതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തില് ഫിനാൻഷ്യലി ഒരു സ്റ്റെപ്പ് അവർ പുറകിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ പ്രകടമാണ്. അപ്പം ഇവരുടെ ഈ ഒരു ദാരിദ്ര്യം, ഈ കണ്ണുനീര്, ഇതിനെല്ലാം ഈ പാസ്റ്റർമാരെ മുതലെടുത്ത് ഇത് അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ആക്കി ഇവരെ കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വേറെ എവിടുന്നെങ്കിലും ഈ കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? അത് അതെ അതെ, നമ്മുടെ കേരളത്തിൽ അത് വളരെ കുറവാണ്. പക്ഷെ നോർത്തിൽ ഇതൊരു ബിസിനസ് ആണ്. ഇവിടെ ആദ്യമേ ദൈവവിളി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകുമ്പോൾ ഇത് വളർത്തിയെടുക്കുന്ന, അതായത് കൊറോണ വരുന്നത് വരെ ബൈജൂസിന് വലിയ ഇതില്ലായിരുന്നു, ബിസിനസ് ഇല്ലായിരുന്നു. അപ്പം കൊറോണ വന്നപ്പോഴാണ് സൂമും ബൈജൂസും ഒക്കെ വളരെ വലിയ രീതിയിൽ വളരാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാവില്ല. പിന്നീട് അങ്ങോട്ട് വളർന്നു വരുമ്പോൾ ഇവിടെ സ്കൂള് ഇല്ല. അപ്പം ഞാനൊരു മലയാളിയുടെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനത്തു നിന്ന് വരുന്ന എനിക്ക് ഇവിടെ മാർക്കറ്റ് കൂടുതലാണ്. ഓട്ടോമാറ്റിക്കലി ഇവർ മലയാളിക്ക് സ്കൂളെ, കേരള വാലംക്ക് സ്കൂളെ, ഇങ്ങനെ പറഞ്ഞ് ആ സ്കൂള് ഉണ്ടാക്കും. അല്ലെങ്കിൽ അവരൊരു ഓർഫനേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ അവർ വളർത്തിയെടുക്കും. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ മീറ്റിങ്ങൾ നടത്തും. നല്ല ലക്ഷങ്ങൾ പൊട്ടിച്ച് വലിയ കൺവെൻഷൻസ് ഇവിടെ നടത്തില്ലേ, ക്രൂസൈഡുകളൊക്കെ. അതുപോലെ കൺവെൻഷൻസ് നടത്തും. ഒരുപാട് ഗ്രാമത്തിലുള്ള ആളുകൾ വരും. ഇവരെല്ലാം ഇവർ പോയിട്ട്, ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ടിരുന്നപ്പോൾ അവർ പറയായിരുന്നു അവർ കരയുന്നതൊക്കെ കൂടുതലെടുക്കണമെന്ന്. ക്ലോസപ്പ് ഒക്കെ എടുക്കും. യെസ്, ചേർത്ത് പിടിക്കുന്നത്, അവരുടെ ഒപ്പം നമ്മൾ കരയുന്നത്. യെസ്, അതിനൊക്കെ അവിടെ മാർക്കറ്റ്. യെസ്, ഇമോഷണൽ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് അത് നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ആ ഫോട്ടോസ് ഒന്നും ഇന്ത്യൻസിന്റെ കയ്യിൽ കിട്ടില്ല. അതിപ്പോ നിങ്ങൾ സെർച്ച് ചെയ്താലും ഞാൻ സെർച്ച് ചെയ്താലും കിട്ടില്ല. ഇത് എവിടേക്കാ പോകുന്നത്? ഫോറിൻ കൺട്രീസിലാണ്, മെയിൻലി US, UK, UAE അങ്ങനെയുള്ള കൺട്രീസിൽ മെയിൻലി US ആണ്. അവിടുന്നാണ് ഈ എമൗണ്ട് വരുന്നത്. യെസ്, അതുകൊണ്ടല്ല FCRAയുടെ നിയമമൊക്കെ ഇപ്പം സ്ട്രോങ് ആക്കിയത്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അതാക്കിയത്. കാരണം ഈ ഫണ്ട് ഈ ഒരു വർഷം ഇത്ര തവണ കോൺഫറൻസുകൾ നടക്കും, 2-3 തവണ. അപ്പോൾ അവരാണ് വിസ അയച്ചു തരുന്നത്. അപ്പോൾ പാസ്പോർട്ടുള്ള ആളുകളൊക്കെ ഇവർ തിരഞ്ഞെടുക്കും. അവിടെ വെറും 10 മിനിറ്റ് കിട്ടത്തുള്ളൂ. ആ 10 മിനിറ്റത്തേക്കുള്ള വീഡിയോ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തു പോകും, ഒരു പ്രോജക്റ്റ് പോലെ. അതായത് ആ വർഷം നടന്ന പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യും. അതെല്ലാം എടുത്തു വെക്കും. അതെല്ലാം കൂടി വലിയൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആയിട്ട് കാണിക്കും. നമ്മൾ ഈ ഡോക്യുമെന്ററീസ് ഉണ്ടാക്കത്തില്ലേ നെറ്റ്ഫ്ലിക്സിലെ പോലെ, ഒട്ടും പൈസ ഇല്ലാത്ത, ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഗ്രാമങ്ങളിലായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം. അവിടെ ഒരുപാട് ആളുകൾക്ക് കിണർ കുത്തി കൊടുക്കാനും വീട് വെച്ച് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യും. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്ത് ഇവിടെ ജീവിക്കുകയാണ്. ഒരു വാഹനം 50-60 ബസ്സും കാറും ഉള്ളവനാ പറയുന്നത്, ഒരു വാഹനം വേണമെന്ന് പറയും. അപ്പോൾ അവർ പൈസ അയച്ചു കൊടുക്കും. അതെങ്ങനെ കോടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കുക. അവിടെ 100 കണക്കിന് അല്ല 1000 മാസ്റ്റേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇന്ത്യൻസ്, മലയാളീസ് തന്നെ 100-1000 ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവും. ഈ അമേരിക്കൻ കോൺഫറൻസിൽ, ക്രിസ്ത്യൻ കോൺഫറൻസിൽ നോക്കിയാൽ മതി. അവിടുത്തെ ആഫ്രിക്കയിൽ നിന്ന് വരെ ആൾക്കാരുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി തന്നെ. ആഫ്രിക്കൻസ് പാസ്റ്റേഴ്സ് ലോകം മൊത്തം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. യെസ്, അത് എല്ലായിടത്തും ഇവരിങ്ങനെ ചെയ്യണം. അപ്പം ഇവിടുന്ന് എന്താ പറയുന്നത്, മദർ തെരേസ ഇതെങ്ങനെ തന്നെയല്ലായിരുന്നോ? വേറെ രാജ്യത്ത് ഇവിടെ വന്നത് എന്തിനാ? ഇവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഫോട്ടോസ് വെച്ച് വേറെ രാജ്യത്തെ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി അവരുടെ ഉദ്ദേശം. ബിക്കോസ് ഈ ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും ചെന്നാലാണ് ഇതുപോലത്തെ ഫോട്ടോസ് കിട്ടുക. കേരളത്തിൽ ഒന്നും ആ അവസ്ഥ കിട്ടില്ല. യെസ്, ഈ അവസ്ഥ കിട്ടില്ല. ഇവിടുത്തെ ആളുകൾ ഇച്ചൂടെ ഡെവലപ്ഡ് ആണ്. എൻ്റെ നാട്ടിലിപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബം ഉണ്ടെന്ന് വിചാരിക്കാം.
എന്നാലും അവർ ഇച്ചിരി മെനയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കും. ഉറപ്പായിട്ടും. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയൊക്കെ വട്ടത്ത് ചുറ്റി മുകളിലോട്ട് കയറ്റിയിട്ട് മുടിയൊന്നും ചെയ്യാതെ അലമ്പായിട്ട് ദേഹത്തേക്ക് ചെളിയൊക്കെ ആയിട്ട് കുളിക്കാൻ നനയ്ക്കുന്നില്ല അതൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം അവർ ആ സിറ്റുവേഷനുമായിട്ട് അവരങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. മുതലെടുക്കുക. യെസ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകൾ വരും. ഇപ്പം ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് അവർക്ക്. ഈ 10 മിനിറ്റിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ 1000 പേര് വന്നിട്ടുള്ളവർ ആർക്കൊക്കെ ഫണ്ട് പോകും എന്നുള്ളത് ആ 10 മിനിറ്റ് തീരുമാനിക്കുന്നത്. അതിലാണ് തീരുമാനിക്കുന്നത്. യെസ്. അപ്പോൾ ആ 10 മിനിറ്റ് ഇവിടുന്ന് പ്രസന്റേഷൻ അടിപൊളിയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അത് സക്സസ് ആണ്. അത് മോസ്റ്റ്ലി ഇത് സക്സസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നോർത്ത് ഇന്ത്യ കാണിച്ചിട്ട് കിട്ടും, കൺഫേം ആണ്. പ്രത്യേകിച്ച് ബീഹാർ UP കാണിച്ചിട്ട് കിട്ടും, അതുപോലത്തെ ഇത് കിട്ടും. അപ്പം പിന്നെ അവിടുന്ന് കിട്ടിയ പണമൊക്കെ നേരത്തെ കിട്ടിയ പണമൊക്കെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് കാണിച്ചാലും ആംബുലൻസ് വാങ്ങിച്ചു, എന്താ പറയുന്നത്, കിണർ കുത്തിക്കൊടുത്തു, വീടുകൾ കെട്ടിക്കൊടുത്തു, അങ്ങനെയൊക്കെ കാണിച്ചാൽ കമ്പിളി പൊതുപ്പ് കൊടുത്തു, അരിച്ചാക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യൻസ് റൈസ് എന്നാ അരിച്ചാക്കെന്ന് ഇവർ വിളിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസ് ക്രിസ്ത്യൻസിനെ അല്ല കൺവേർട്ടായ ക്രിസ്ത്യൻസിനെ റൈസ് ചാക്കെന്ന് വിളിക്കുന്നത്. അരിച്ചാക്ക്. അതായത് അരിച്ചാക്ക് കൊടുത്ത് കൺവേർട്ട്. അതെ, അവരങ്ങനെ കളിയൊക്കെ വിളിക്കുന്നത്. അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. അവര് കമന്റ്സിൽ ശ്രദ്ധിച്ചാൽ മതി, വീഡിയോസിനെ കമന്റ്സ് നീ അരിച്ചാക്കല്ലടാന്ന് ചോദിക്കും. അങ്ങനെ അവർ കളിയേക്കുന്നത്. അത് അരിച്ചാക്ക് കിട്ടിയിട്ട് കൺവേർട്ട് ആയാൽ നീ ആണോടാ എന്നെ ഹിന്ദുമതം പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അത് ഇവര് ആ 10 മിനിറ്റിൽ ഇവർ ഈ സാധനങ്ങളെല്ലാം കാണിച്ച് അവിടുത്തെ ഏതെങ്കിലും അവിടെ ഉള്ള മെയിനായിട്ടുള്ള ഏതെങ്കിലും ചർച്ചോ, ഒരു അമേരിക്കൻ ചർച്ചസ് ഉണ്ടാവില്ല, ഒരുപാട് ചർച്ചസ് ഉണ്ടാവും, നല്ല ഫണ്ടുള്ള ചർച്ചസ് ഉണ്ടാവും. അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ വർഷത്തെ മൊത്തം ഫണ്ട് ഞാൻ ഈ നോർത്തിലെ ചർച്ചിന് കൊടുത്തേക്കാന്ന് അവർ പറയും. അങ്ങനെ ആ ചർച്ച് സ്പോൺസർ ചെയ്യപ്പെടും. അപ്പോൾ അവർ പറയും ഞാനൊരു 10 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യാം, പക്ഷേ ഓരോ മാസം ഇത്ര വെച്ചിട്ട് തരത്തുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് തരത്തുള്ളൂ. 10 ലക്ഷം രൂപ ആണെങ്കിൽ 10 തവണ കൊണ്ടായിരിക്കും തരുന്നത്. പക്ഷേ 10 തവണയും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് അവർ ഓരോ മാസം വന്നുകൊണ്ടിരിക്കും. ഇതേപോലത്തെ കോൺഫറൻസിൽ വേറെ തരത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തവണ പോകുമ്പോൾ തന്നെ ഒരു 5 കോൺഫറൻസോ 6 കോൺഫറൻസോ എടുത്തിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരുപാട് ചർച്ചകൾ കയറി ഇറങ്ങുമ്പോൾ ഇതേ വീഡിയോസ് അവിടെ കാണിക്കും. ഞങ്ങളവിടെ വളരെ ഇതിലാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഫണ്ട് ഇവിടെ വരും. അങ്ങനെയാണ് വരുന്നത്. കൊറോണ സമയത്ത് പോകാൻ പറ്റാതായപ്പോൾ ഫണ്ടിന് നല്ല ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ പൈസ വരുന്നത്, പിന്നീട് പോകാൻ പറ്റിയില്ല. ഈ അതുപോലെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദു മതത്തില് ജാതിപരമായിട്ടുള്ള ഒരു വിഭജനം ഉണ്ട്. അത് ഭയങ്കര വിസിബിൾ ആണ്. അതായത് ഇപ്പം നായർ, ഈഴവ, അങ്ങനെ പല പല കാറ്റഗറിയിൽ ഭയങ്കര വിസിബിൾ ആണ്. പക്ഷേ ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പൊ പറയുന്ന ഇതില് നമ്മുടെ കൂട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വിദേശത്ത് ഉള്ളവരും ഒരുപാട് പണമുള്ളവരും ഇവരെല്ലാം നമ്മുടെ കൂട്ടർ, ഇവർക്ക് പള്ളിയിൽ പ്രത്യേക സംവിധാനം, പ്രത്യേക പ്രാർത്ഥനാ ശൈലി, പ്രത്യേക പ്രാർത്ഥന, അങ്ങനെ കാശുള്ളവന് ഒരു രീതി, കാശില്ലാത്തവന് ഒരു രീതി എന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതെന്താണ് സംഭവം? അപ്പൊ എന്റെ ചർച്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഫോറിൻ എന്ന് പറഞ്ഞൊരു കൂട്ടകളൊക്കെയുണ്ട്. ഫോറിൻ എന്ന് അവരെ വിളിക്കുന്നത്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ പേരിന്റെ ഒപ്പം ഫോറിൻ എന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. ചർച്ചിൽ പോലും പറയുന്നത് ഫോറിൻ എന്നാണ്. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അവരങ്ങനെ വിളിക്കുന്നതിന് കാരണം അവർ വർഷങ്ങളായിട്ട് ഫോറിൻ കൺട്രിയിലാണ് അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള ഫണ്ടുണ്ട്. പിന്നെയുള്ള ആളുകളാണ് പേർഷ്യക്കാര്. മറ്റത് US UK, ഇത് പേർഷ്യക്കാര്. ബാക്കിയുള്ള ആളുകളാണ് പാവപ്പെട്ടവര്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവര്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK US, മെയിൻലി US. അപ്പം ഈ തരംതിരിവ് തന്നെ അതിന് കാരണം തന്നെ പണമുള്ളവൻ സ്തോത്രാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേസിലും ഒരു പാത്രം നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ പോകും. പ്രാർത്ഥന നമ്മുടെ വർഷിപ്പ് തീരുമ്പോൾ ഇങ്ങനെ ഒരു പാത്രമായിട്ട് ഒരു എന്താ പറയുക, നേരത്തേക്ക് പാത്രമായിരുന്നു, ഇപ്പോൾ ഒരു തടി കൊണ്ടുള്ളൊരു സാധനത്തിന് അതൊരു തുണി മജീഷ്യൻസ് ചെയ്യുന്നില്ലേ, ആ സാധനം ഉണ്ടാവും. അതിനകത്ത് എത്ര ഇട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ക്ലോത്താ, സിൽക്കിന്റെ ക്ലോത്താ. അപ്പൊ ആ ക്ലോത്തുമായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിടും. അപ്പൊ ഒരു പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും എടുത്തിടും. അപ്പോൾ കുറെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഇല്ലാത്ത പോലെ ഇടും. ചിലപ്പോൾ 5 രൂപയൊക്കെ ആയിരിക്കും, 10 രൂപയ്ക്ക് ആയിരിക്കും. 500, 1000, 10,000 ഒക്കെ ഇടുന്നവരുണ്ട്. അപ്പം ആ തരംതിരിവ് തന്നെയില്ലേ, അത് എന്താ പറയുന്നത്. അത് മാത്രമല്ല, ഈ സ്തോത്രാഴ്ചക്ക് എത്ര രൂപ കൊടുത്തു എന്നുള്ളത്
ചിലര് കാണിച്ചുകൊണ്ടിടും, ചിലര് ഇല്ലാത്തവനാണെങ്കിൽ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇടും. അതിനുവേണ്ടി ആ ക്ലോത്ത് കൊടുത്തേക്കുന്നത്. പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കാണുമല്ലോ, അപ്പൊ അതിനുവേണ്ടി ആ ക്ലോത്ത് കൊടുത്തേക്കുന്നത്. അത് പിന്നെ എല്ലാ വർഷം പിരിവുകളുണ്ട്. അപ്പോൾ ഇന്ന വീട്ടിലെ മറ്റത്തിൽ വീട്ടിലെ തോമാച്ചായൻ 10,000 രൂപ. അപ്പോൾ തോമാച്ചായൻ ഹാപ്പി. അപ്പം അപ്പുറത്തെ വീട്ടിലെ ഇപ്പോൾ വേറൊരു ഫാമിലി എടുക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ 2 ലക്ഷം രൂപ. പബ്ലിക്കിൽ ഇത് വിളിക്കും. പിന്നെ ആരൊക്കെ എത്രയൊക്കെ തന്നുള്ളതിന്റെ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കോ? അല്ല, എല്ലാവരുടെയും കയ്യിൽ കൊടുക്കും. ഓ ശരി ശരി ശരി. എല്ലാവർക്കും അങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ പണം ഉള്ളവനെയൊക്കെ കാണുമ്പോഴത്തേക്കും അറിയാം. പിന്നെ ഇവര് നല്ല റിച്ച് ഫാമിലികളൊക്കെ വരുമ്പം അടിക്കുന്ന പെർഫ്യൂം തൊട്ട് തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കൂട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിസം. യെസ്. അത് കല്യാണം കഴിപ്പിക്കുമ്പോൾ പോലും ഇപ്പൊ സ്വന്തം ചർച്ചിലെ ഒരു കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ പോലും കല്യാണം കഴിക്കാൻ സമ്മതിച്ചൊന്നും വരില്ല. അല്ലെങ്കിൽ എനിക്ക് അൾട്ടിമേറ്റ്ലി നല്ലൊരു ഹയർ പൊസിഷനുള്ള ജോലി വേണം. ഉറപ്പായിട്ടും അപ്പൊ സമ്മതിക്കും. അപ്പൊ സമ്മതിക്കും. കാരണം ഇവന് ഓട്ടോമാറ്റിക്കലി റിച്ച് ആവാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ മതമല്ല, അവിടെ പണമാണ് വലുത്. ഈ വിശ്വാസികളെ വിറ്റിട്ട് KP യോഹന്നാൻ ഏകദേശം 1000 കോടി രൂപയോളം സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ബ്രോ നിങ്ങളുടെ ഉണ്ടായിരുന്നു. ആരോപണമല്ല, സത്യമാണ്. തെളിവ് സഹിതം പൊക്കിയതാ. എന്താണ് ആ സംഭവം? അതായത് ഞാൻ പറഞ്ഞില്ലേ നോർത്തിൽ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികൾ, അതായത് അത് പുള്ളി കേരളത്തിലെ പ്രോ ആയിരുന്നു. ആത്മീയ യാത്ര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങി. KP യോഹന്നാൻ പണ്ട് ആത്മീയ യാത്ര എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഓർഗനൈസേഷൻ പിന്നീട് അങ്ങോട്ട് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ അന്യ വളർച്ചയായി. പിന്നീട് പുള്ളി ബിഷപ്പായി. നോർമൽ പാസ്റ്റായിട്ടിരുന്ന ഒരാൾ പിന്നീട് ഇതിലോട്ട് ഇതിലോട്ട് മാറി ബിഷപ്പായി. പിന്നെ ബിഷപ്പ് KP യോഹന്നാനായി. കോളറിൽ മറ്റേ വൈറ്റ് കോളറൊക്കെ വന്നു. പിങ്ക് കളർ ഡ്രസ് ഇടണം. ഈ പട്ടങ്ങളെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്നതാണോ? 3 ലക്ഷം രൂപ. ആണോ? 3 ലക്ഷം രൂപ കൊടുത്താൽ ഇത് നമുക്ക് കിട്ടും. അത് കൊടുത്താൽ മാത്രമേ ഇന്ത്യ ഗവൺമെന്റ് കിട്ടത്തുള്ളൂ. ഇന്ത്യ ഗവൺമെന്റ് അവരെ ഒരു ക്രിസ്ത്യൻ ലീഡറായിട്ട് സമ്മതിക്കത്തുള്ളൂ. നോർമൽ പാസ്റ്റേഴ്സിനെ നോർമൽ ഒരാളായിട്ടേ കാണത്തുള്ളൂ. ബിഷപ്പ് ആണെങ്കിൽ മാത്രമേ ഇതൊരു മത നേതാവെന്നോ അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പൂജാരി എന്ന രീതിയിൽ അവർ അംഗീകരിക്കത്തുള്ളൂ ഇന്ത്യൻ നിയമം അനുസരിച്ച്. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെ അംഗീകരിക്കണം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് പോലും ഈ കത്തോലിക്കർക്കും യാക്കോബയ്ക്കും മുൻഗണന കൊടുത്തപ്പോൾ പോലും പെന്തക്കോസ്തുകാർക്ക് വേറൊരു വിഭാഗം വേണമെന്നും അതിനൊരു ലീഗ് പോലെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. അതായത് പാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് പവറില്ല, രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു മത നേതാവാണെന്ന് പറയുമ്പോൾ പവറില്ല. പക്ഷെ ബിഷപ്പ് ആണെങ്കിലുണ്ട്, പവറുണ്ട്, ലീഗലി പവറുണ്ട്. അപ്പോൾ ബിഷപ്പ് ആവുന്നത് ഇതിങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, UP ഒരാൾ ജയിലിൽ കിടന്നപ്പോൾ അതിൽ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരാൾ ബിഷപ്പായി. അപ്പോൾ ബിഷപ്പായ പുള്ളിയോട് എൻ്റെ പപ്പ ചോദിച്ചു, നിങ്ങളിൽ ഇത്രയും പൈസ ഉണ്ടാകുന്നെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യനൊന്നും ഇറക്കി. പപ്പടയിൽ ഉണ്ടെങ്കിൽ പപ്പ ഇറക്കാനാണ് ഉറപ്പായിട്ടും. കാരണം പപ്പ അതങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. ആ പുള്ളി ചോദിച്ചപ്പോൾ അപ്പോൾ ഈ പുള്ളി പറഞ്ഞ അറിയോ, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതൊക്കെ അനുഭവിക്കേണ്ട ആൾക്കാരാണ്, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോക്കോളൂ. ത്യാഗമാണ്. 3 ലക്ഷം രൂപ കൊടുത്ത് ഇയാളത് എടുത്തിട്ട് വലിയ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇത് മേടിക്കുന്നതും. പിന്നെ ഇവരുടെ ഡ്രസ്സിങ് ഒക്കെ മാറും കേട്ടോ. നോർമൽ ഷർട്ടും പാൻറ്റും അതല്ലാണ് പറഞ്ഞത്, പിങ്ക് ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ. കറുത്ത പാൻറ്റും പിങ്ക് റോസ് കളർ ഡ്രസ്സും പിന്നെ അവിടെ ഒരു വൈറ്റ് കോളർ ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി, വൈറ്റ് കോളർ ഉണ്ടാവും. ഈ ഇദ്ദേഹം ഈ ബിഷപ്പ് പട്ടം വാങ്ങിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ഈ KP യോഹന്നാൻ അപ്പോൾ ഈ ഇദ്ദേഹം ബിഷപ്പായി, അങ്ങനെ പണമായി, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഒരു ചാനൽ തുടങ്ങി, ആത്മീയ യാത്ര എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. പുള്ളിയുടെയാണ് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ. തിരുവല്ലേ, അത് പുള്ളിയുടെയാണ്. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ബിലീവേഴ്സിൻ്റെ സ്കൂളുകൾ, CBSE ICC സ്കൂളുകൾ, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം പൈസ വന്നത് US ഫണ്ടാണ്. USA വന്ന ഫണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ USA ഗവൺമെൻറ്റാണ് ഇത് തിരിച്ചറിഞ്ഞത്, ഇവിടെ ഇയാൾ നടത്തുന്നത് കൊള്ളയാണത്, ചാരിറ്റി അല്ല. ചാരിറ്റിയൊക്കെ ഒരു ഭാഗത്തോടെ നടന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി പുള്ളി അൾട്ടിമേറ്റ് റിച്ചായി, നല്ല പൈസ ഉള്ള ഒരാളായിട്ട് മാറി. അതാ 1000 കോടി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. 1000 കോടി ഒരു പാസ്റ്റർ ഒരു പണിയും ചെയ്യാതെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ അത്? അതെ അതെ. ഒരു CBC ICC സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ആ കോഴ്സ് ഒന്ന് ഓർത്ത് നോക്കിയേ. അതെ, അത് മാത്രമല്ല തേയിലത്തോട്ടങ്ങള്, എത്ര തേയിലത്തോട്ടങ്ങളുണ്ടെന്ന് അറിയോ? തേയിലത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, ഇഷ്ടം പോലെ. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ അതെ, ഹോസ്പിറ്റൽ. എനിക്കറിയാം. പിന്നെ അതുപോലെ മറ്റൊരു ആരോപണം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല് നഴ്സിംഗ് കോളേജിലെ കുട്ടികളെ കന്യാസ്ത്രീമാര് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്, കുട്ടികളെ വേശികൾ എന്നൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്താ സംഭവം? സത്യമാണ്. അത് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ ഇവർക്ക് റിലേഷൻഷിപ്പിലോ എന്താ അങ്ങനത്തിൽ ആകാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം റിലേഷൻഷിപ്പിലുള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് വളരെ വളരെ പ്രശ്നമാണ്. അവരതുപോലെ പെരുമാറുന്നത്, അവരപ്പം സംസാരിക്കുന്ന വാക്കുകളൊക്കെ അതായത് ഭയങ്കര സെക്ഷലി ഹറാസ് ചെയ്യുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത് വീശി എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അവരെത്ര ഇതിനോട് ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളത്. ഒരു കുട്ടിയെ ഒരു കന്യാസ്ത്രീ വിളിക്കേണ്ട വാക്കാണത്. കന്യാസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിലച്ചനെ പോലെ തന്നെ ദൈവത്തിന്റെ മണവാട്ടി എന്ന് പറഞ്ഞ സ്ത്രീ. അല്ല, ഇങ്ങനെ വിളിക്കുന്നു എന്ന് എങ്ങനെ ഇത് അറിയാൻ സാധിച്ചത്? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങള് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവർ ഗേറ്റിൽ പോയിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. മെസ്സിൽ കിട്ടുന്ന ചായ പോലും കൊള്ളത്തില്ലാത്ത ചായയാണ്. പക്ഷേ അവർ പുറത്തുനിന്ന് ചായ മേടിച്ചാൽ ചായ കൊണ്ടു കൊടുക്കുന്ന ഡെലിവറി ബോയ് ആയിട്ട് ഇവർക്ക് ബന്ധമാണ്. പിന്നെ അവള് വേശ്യയായി. അങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഒരു വേശ്യയായി. ബാംഗ്ലൂരുള്ള ക്രിസ്ത്യൻ കോളേജസിലുള്ള കുട്ടികൾ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. നോർത്തിലുള്ളവരാണെങ്കിലും ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുതരും. ക്രിസ്ത്യൻ കോളേജസിൻ്റെ കന്യാസ്ത്രീമാരും പള്ളിയിലച്ചന്മാരും നടത്തുന്ന കോളേജുകളിലെ അവസ്ഥ ഇതാണ്. കന്യാസ്ത്രീയാണ് പ്രിൻസിപ്പൽ ആണെങ്കിൽ വളരെ പ്രശ്നമാണ്. അവർ ടോട്ടൽ ഫ്രസ്ട്രേഷൻ അവർ തീർക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എത്ര കന്യാസ്ത്രീമാര് ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ടെന്നറിയാമോ? ഒരു കന്യാസ്ത്രീ ഗർഭപാത്രം എടുത്തു കളഞ്ഞെന്തിനാണെന്നറിയാമോ? മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഈ മഠം എന്ന് പറയുന്നത് മഠം വിട്ടവൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കന്യാസ്ത്രീ എഴുതിയ പുസ്തകമാണ്. അവരുടെ അനുഭവമാണ്. ഫ്രാങ്കോ അച്ഛൻ്റെയൊക്കെ കഥയൊക്കെ എഴുതിയൊരു പുസ്തകമുണ്ട്. അതൊക്കെ വായിച്ച സംഭവം മനസ്സിലാവും. ഈ പുസ്തകത്തിൽ എഴുതിയ ആളെ ഞാൻ നേരിട്ട് കണ്ട ഒരു പുള്ളിക്കാരത്തി കണ്ട കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ. മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ, ആ പുസ്തകമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഗർഭപാത്രം എടുത്ത് കളയുന്നത് പോലും ഒരു ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു കന്യാസ്ത്രീക്ക് പീരിയഡ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ല. കാരണം ഗർഭിണി ആവാൻ വേണ്ടി അവൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അപ്പോൾ അവൾ ഇതാവാതിരിക്കാൻ, ആ പെയിൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതങ്ങ് എടുത്ത് കളയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് മറ്റൊരു റീസൺ കൂടെ ഉള്ളത് ഇതാണ്. മനസ്സിലായില്ലേ? അത്തരത്തിൽ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. യാ. അതുപോലെ ഈ പാസ്റ്റർമാരെ പറയുന്ന ചില ശാപവാക്കുകളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മതം വിട്ട് കഴിഞ്ഞാൽ, മതത്തെ നിങ്ങൾ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അപകടം ഉണ്ടാകും, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പം പേടിയുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. തുടക്കത്തിൽ മതം വിട്ട ഉടനെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കണമായിരുന്നു. കാരണം മതം വിട്ട് കഴിഞ്ഞാൽ ദൈവം അപ്പം പണി തരുന്ന ഇപ്പോഴും പറയും. ഇപ്പോൾ ദൈവചിന്തയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയും. പക്ഷേ കുറേ നാളുകളായിട്ട് അങ്ങനെ ആക്സിഡൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും അസുഖങ്ങളോ അങ്ങനൊന്നും വരാതിരുന്നത് കൊണ്ട് ഇവരാരും ഇപ്പം മിണ്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി ആ വിശ്വാസിയുടെ അത് പുറത്തു വരും. അപ്പോൾ അവർ പറയും. അപ്പം വിശ്വാസികൾക്കും ഇതേ അസുഖം വന്ന് മരിക്കുന്നവരുണ്ടെന്ന് അവർ പറയില്ല. അത് പിശാചിന്റെ പരിപാടിയാണ്, ഇത് ദൈവത്തിന്റെ പരിപാടി. അതുപോലെ ലാസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹിന്ദുക്കളെ മതം മാറ്റുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു സൈക്കോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്താ അങ്ങനെ പറയാനുണ്ടായ ഒരു റീസൺ? ഹിന്ദുക്കൾ എത്ര അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. എനിക്ക് വളരെ നല്ല രസമായിട്ട് തോന്നിയൊരു മതമാണ് ഹിന്ദു മതം. ഹിസ്റ്റോറിക്കലി തന്നെ നല്ലൊരു ബാക്കിംഗ് ഉള്ള, പഠിക്കുമ്പോൾ തന്നെ നല്ല രസകരമായിട്ട് തോന്നിയ മതഗ്രന്ഥങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ കൾച്ചറിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ
അത് തുടങ്ങിയ, അതായത് നമ്മുടെ പാകിസ്ഥാനിന് മുകളിലോട്ട് പോയിട്ട് ആ ഭാഗത്തുനിന്ന് ഹിന്ദുമതം ഉണ്ടായി വരുന്നതും മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ആദ്യത്തെ സംസ്കാരം തൊട്ട് തുടങ്ങി വരുമ്പോഴുള്ള ആ ഹിന്ദു മതത്തിൻ്റെ രീതി, അവർ വന്ന ആ കൾച്ചറിനെ, അതെന്തുകൊണ്ട് ഒരു കൾച്ചർ ഉണ്ടായി, ആ കൾച്ചർ പിന്നീട് ഒരു മതമായിട്ട് മാറ്റപ്പെട്ടു, അത് പഠിക്കുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിത്തോളജിയാണ് ഈജിപ്ഷ്യൻ. അത് ഈജിപ്ഷ്യൻ മിത്തോളജി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ വേറൊരു വശമാണ്. അവിടുത്തെ സീസും റായും ഫറോയും ഒക്കെ അവർ വിശ്വസിക്കുന്നത് ഹിന്ദു മതം തന്നെയാണ്. അതായത് ഇവിടുത്തെ ഹിന്ദു മതം അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ആരാധന തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് പിന്നീട് വന്ന എവല്യൂഷനാണ് ഹിന്ദു മതത്തിലോട്ട് പിന്നീട് പലായനം ചെയ്തു വന്ന് പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിലൂടെ ഹിന്ദു മതമായിട്ട് കൺവേർട്ട് ആയി. ഇപ്പോഴും അതൊരു സംസ്കാരമായിട്ട് തന്നെയാണ് ആൾക്കാർ അതിനെ വിശ്വസിക്കുന്നത് പോലും. അപ്പം ആ വന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിക്കും തോറും ഡീപ്പായിട്ട് ആ സ്റ്റോറീസ് കേൾക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഒരു രീതിയിലും നല്ല ഒരു സൊസൈറ്റി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തെ ആ സൊസൈറ്റീനെ ഒരുമിപ്പിച്ച് അതിനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേടിയുടെ പേരിലാണെങ്കിലും അവരെല്ലാം കൂടെ ഒരുമിച്ച് നിർത്തി അവർക്കൊരു ഫാമിലി ഉണ്ടാക്കി, ആ ഫാമിലിക്ക് ടോയ്ലറ്റ്, അവർക്ക് ഒരു വീട്, അവർക്കൊരു കൃഷി, അങ്ങനെ കുടുംബ ദൈവങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൾച്ചറലി അവർ കൊണ്ടുവന്നു. വൃത്തി കൊണ്ടുവന്നു. കുളിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് അന്ധവിശ്വാസങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെ അലമ്പായിട്ട് എന്തൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് പെട്ടെന്ന് സിവിലൈസ്ഡ് ആവുന്നത്. ഒരു ഫാമിലി എന്നൊരു കൾച്ചറിലോട്ട് വരുന്നതും പിന്നീട് അവർക്കൊരു ദൈവമാവുന്നതും ആ പിന്നീട് അവർ പലായനം ചെയ്തു അവർക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ അവരെല്ലാവരും ഉറച്ചു നിൽക്കുന്നതും അവർക്കൊരു ഉത്സവങ്ങൾ ഉണ്ടാകുന്നതും ആ ഉത്സവത്തിന് എല്ലാവരും കൂടി വരുന്നതും ആ ഉത്സവത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നതും ഇതൊന്നും വേറെ മതത്തിലില്ല. അത് രസമുള്ള പരിപാടിയാണ്. ഇവിടുത്തെ പെരുന്നാളിനേക്കാളും രസമാണ് അമ്പലത്തിലെ ഉത്സവം അല്ലേ. ആ ശബ്ദങ്ങളും ഞാൻ വെടിക്കെട്ടിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല, പക്ഷേ അവിടുത്തെ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ്, അതായത് ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചറലി അടിപൊളിയാണ്. കാരണം ഇന്ന് കാണുന്ന ഇന്ത്യയിലത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഹിന്ദു മതത്തിൽ നിന്നുണ്ടായതാണ്. ക്രിസ്ത്യൻസ് ഉണ്ടാക്കിയതല്ല, മുസ്ലിംസ് ഉണ്ടാക്കിയതല്ല. ഇന്ന് കാണുന്ന മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയിട്ടുള്ള കഥകളി എല്ലാം വന്നേക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് വന്നതാണ്. ഹിന്ദു ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദേവദാസി സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കലാരൂപങ്ങളാണ്. ഒരു കുച്ചിപ്പുടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ, ഒരു കലാരൂപം കണ്ടു കഴിഞ്ഞാൽ അതിനെ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസറിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ അവർ വെക്കുന്ന ആ ചിഹ്നങ്ങളും ആ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് മതത്തിലാണ് ഇത്രയും കൾച്ചറലി ഡെവലപ്ഡ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ളത്? വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മ്യൂസിക്കിനും വെസ്റ്റേൺ തന്നെ പറയാം. അതെ അതെ. അവർക്കുള്ളത് എന്താ പറയുന്നത്, CDEFG ABC എന്ന് പറഞ്ഞിട്ടുള്ള ഡോറെമി ഫാസൽ ലാറ്റിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ്. അതായത് നമ്മുടെ സരിഗമ പദനിസ. പക്ഷെ ഇന്ത്യക്ക് സ്വന്തം ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, ഇന്ത്യൻ മ്യൂസിക്കും ഉണ്ട്. അത് എവിടെ കേട്ടാലും നമുക്ക് തിരിച്ചറിയാം. വൈ? ഹിന്ദു കൾച്ചർ. നമ്മുടെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഹാർമോണിയം, അവിടെ അവൻ പിയാനോ നിർമ്മിക്കുമ്പോൾ ഇവൻ ഇവിടെ ഹാർമോണിയം ഉണ്ടാക്കി, തബല ഉണ്ടാക്കി, മൃദംഗം ഉണ്ടാക്കി, ഫ്ലൂട്ട് ഉണ്ടാക്കി. ഇതെല്ലാം ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഹിന്ദു മതം ഉണ്ടായതിൻ്റെ കാരണമാണ്. അത് ഹിന്ദു മതം അത്ര അടിപൊളിയായതൊന്നുമല്ല, ആ കൾച്ചർ കൊണ്ട് ഡെവലപ്ഡ് ആയി വന്നൊരു സംഭവമാണത്. അതുകൊണ്ടാണ് ആക്ച്വലി പറയുന്നത് അങ്ങനെ ആ ഒരു മതത്തെ കൺവേർട്ട് ചെയ്യാൻ വിട്ട ദൈവം ഒരു സൈക്കോയാണ്. അതെ 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 അതെ. കാരണം ഹിന്ദു മതത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫ്രീഡം ഉണ്ട്. വേണമെങ്കിൽ അമ്പലത്തിൽ പോയാൽ മതി, നിർബന്ധമില്ല. രാവിലെ എന്നിട്ട് അമ്പലത്തിൽ പോടാ എന്ന് പറഞ്ഞ് പറയില്ല. പക്ഷെ ക്രിസ്ത്യനും മുസ്ലിംസിനും വെള്ളിയാഴ്ച മുസ്ലിംസിനും പള്ളി നിർബന്ധമായിട്ടും പോകണം. നോമ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കണം. ക്രിസ്ത്യൻസിനാണെങ്കിൽ സൺഡേ പോയില്ലെങ്കിൽ അച്ഛൻ്റെ മാസ്റ്റർ വീട്ടിൽ വരും. നിർബന്ധമാണ്, പോയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഹിന്ദു മതത്തിൽ വേണമെങ്കിൽ പോയാൽ മതി, വേണമെങ്കിൽ ചന്ദ്രൻ തൊട്ടാൽ മതി, ആ ഒരു നിർബന്ധമില്ല, ഫ്രീഡം ഉണ്ട്. യെസ്. ബ്രോയുടെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ഒരു കമന്റ് ഇതാണ്, ഈ പാസ്റ്റേഴ്സിനെയും ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ? എനിക്കോ? അതെ അതെ, എന്നെ ക്രിസംഗി ആക്കി വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ അവർക്കെതിരെയും വീഡിയോ ചെയ്തില്ലല്ലോ. അതെ. എന്താ പറയുന്നത്, എനിക്ക്
ഫണ്ട് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പം ബൈക്കിന് മാറ്റിയിട്ട് കാർ എടുത്തത്. കാർ എടുത്തത് ഞാൻ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കില്ലായിരുന്നു. ഞാൻ അത് രാത്രിയിൽ ഉറക്കം വെച്ച് ഞാൻ ഈ ഇതിന് കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വർക്കിലാണ്. വർക്കിലാണ്. ഞാൻ എങ്കിൽ പിന്നെ ഒരു എഡിറ്ററിന് വെച്ച് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചാൽ പോരെ. എൻ്റെ സ്വന്തം വീഡിയോസ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് EMI ഇട്ട് ബൈക്കും എടുത്ത് മാക്ബുക്ക് എടുത്തിട്ട് ഞാൻ പണി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. അതെ. അപ്പോൾ എനിവേ ഒരുപാട് സന്തോഷം. കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നമ്മളിതെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും പല പ്ലാറ്റ്ഫോമുകളിലും കാണുമ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എനിവേ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.